അയാള് ചോദ്യം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞല്ലോ. നായർ മാട്രിമോണി കണ്ടിട്ടുണ്ടോ അയാള്? ഈഴവ മാട്രിമോണി കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണ മാട്രിമോണി കണ്ടിട്ടുണ്ടോ? വെജിറ്റേറിയൻ ആയ ആൾക്കാർക്ക് മാത്രമേ വീട് വാടകയ്ക്ക് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? അല്ല, ചോദിച്ചത് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാൻ, നിങ്ങൾ ഉത്തരം പറയാനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഓട്ടോറിക്ഷ ഓടിക്കുന്നതൊക്കെ ദരിദ്രരാണ്. ഒരു വെളുത്ത ഒരാൾ ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുവാണെങ്കിൽ തന്നെ ഷോക്കായി പടം എടുത്തുള്ളൂ. അല്ല, ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ എല്ലാ ജാതിക്കാരും ഇല്ലേ, എല്ലാ മതക്കാരും ഇല്ല. അവിടെ എങ്ങനെയാണ് ഇല്ലെന്ന് അതൊരു ഹൈറാർക്കി എന്ന് പറഞ്ഞ ജോബ്. ഞാൻ പറഞ്ഞ എല്ലാ മതക്കാരിലും താഴെ അറ്റത്തുള്ളവരാ. അതുണ്ടെന്ന് പറയുന്ന അംബേദ്കറും അതുണ്ടെന്ന് പാടിയ വേടനും ജാതി ഉണ്ടാക്കാനാണെന്ന് ഗാന്ധി പറയുന്ന പോലാണ് ഇപ്പൊ ഇയാൾ പറയുന്നത്. അത് ആണെന്ന് പറയുന്ന വേടൻ ജാതി ഉണ്ടാക്കുന്നത് എന്നോട് പറയുന്നത്. അയാളിത് ഓർമ്മിപ്പിക്കുന്നതേ അയാൾ പറയുന്നത്. എന്റെ മക്കളെ ഞാൻ അടിച്ചു വളർത്തും, നിങ്ങളെ ചോദിക്കാനാര്? ഈ ചോദ്യം ചോദിക്കുന്നവരാണ് താനാണ് ജാതിവാദി. തനിക്ക് ബംഗാളി ഇല്ല, ഉള്ള ആളല്ലേ? ബംഗാളി എന്നല്ലേ വിളിക്കുന്നേ? അത് തന്നെയാണ്, അതിനെയാണ് വിവേചനം. തനിക്ക് ജാതിയും മതവും സകല വിവേചനമുള്ള ആളാണ്. നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ഒരു അതിഥി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. മോഡേൺ യുഗത്തിൽ 5 വർഷം മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പല ആളുകൾക്കും എതിര് അഭിപ്രായമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ എന്റെ ഫ്രണ്ട് സൂരജിനെ ക്ഷണിക്കുക. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ ശ്രീ മൈത്രേയൻ, സ്വാഗതം. മോഡേൺ വിപ്ലവകാരി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. പറഞ്ഞ പോലെ തന്നെ വിമർശനങ്ങൾ ഇങ്ങനെ കുറെ കേട്ട് പക്ഷെ അതൊന്നും ഒരിക്കലും സാറിനെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അതായത് സാർ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് പറയുക, അതേപോലെ തന്നെ മുന്നേറുക. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മളിപ്പോ ഒരു മല കയറാൻ, എവറസ്റ്റ് കയറാൻ ഞാൻ തീരുമാനിച്ചെന്ന് വെച്ചു. അപ്പോ ആ പോകുന്ന വഴി ഈ മഞ്ഞുണ്ടാകും, അവിടെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടല്ലേ നമ്മൾ കയറുന്നത്. അപ്പോൾ കാല് തെറ്റി വീഴുമ്പോൾ അത്ഭുതകരമായിട്ട് അനുഭവിക്കും. നമുക്ക് വന്ന പിഴവാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കയറണം എന്ന് പഠിക്കും. അവിടെ മഞ്ഞുണ്ട്, കൊടുങ്കാറ്റുണ്ട്, വലിയ മഴ വരും. ഇതെല്ലാം മറികടന്നിട്ടാണ് നമ്മളതിൻ്റെ മണ്ടേ കയറുന്നത്. അപ്പം ജീവിതത്തിനകത്ത് സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഒരാൾ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് എതിര് വരികയല്ല, എതിരവിടെ ഉണ്ടെന്നറിയുന്നു. മല കയറാനായിട്ട് ഒരാൾ പോകുമ്പോൾ മലയുടെ മണ്ടയിൽ എത്തിച്ചേരുന്ന വഴി മരിച്ചു പോവുക. ഇഷ്ടംപോലെ പേര് നമ്മള് ഹിമാലയത്തിൽ ചെന്നാൽ ബോഡി പോലും കിട്ടാത്ത ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ അതിന് മുകളിൽ കയറിയവരുമുണ്ട്. അപ്പൊ ആ ഒരു ചലഞ്ചായിട്ട് ജീവിതത്തിനെ കാണുകയും ഒരു ചലഞ്ചായിട്ട് ജീവിതം മനസ്സിലാക്കുകയും ചെയ്യുന്ന അതേ സമയത്തോളം ദുഷ്കരം എന്ന ആൾക്കാർ പറയുന്നിടത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടാ രാവിലെ അങ്ങോട്ടായിരിക്കും വണ്ടി പിടിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നം തീർക്കേണ്ട പണി അതിനകത്ത് ഇടപെടേണ്ടവരാണ്. മറ്റെല്ലാവരും പ്രശ്നം ഉണ്ടെന്ന് കേൾക്കുമ്പം ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാനാണ് ആലോചിക്കുന്നത്. അവർ അവിടോട്ട് പോകരുതെന്നാണ് പറയുന്നത്. ഈ രണ്ട് ജീവിതത്തിനുള്ള സമീപന രീതിയുടെ വ്യത്യാസമാണ്. അപ്പൊ അതുപോലെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ആളുകൾ എതിർക്കുകയോ പറയുകയൊക്കെ ചെയ്യുമ്പം അത് നമ്മൾ മറികടക്കേണ്ടതായ ഒരു പ്രശ്നം മാത്രമാണ്. അല്ലാതെ കൊണ്ട് അങ്ങനെ പെരുമാറി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാട്ടിൽ പോയി കടുവയെ പിടിക്കാൻ പോകുമ്പോൾ കടുവ മര്യാദയ്ക്ക് പെരുമാറിയില്ല എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ടാവുമോ? കടുവയെ എങ്ങനെ പിടിക്കണമെന്ന് മാത്രമല്ല ആലോചിക്കാനൊക്കെ. അല്ലെ, കടുവ നന്നായി മര്യാദയ്ക്ക് പെരുമാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നില്ല. അപ്പൊ കടുവയുടെ എല്ലാ പെരുമാറ്റത്തിനകത്തും അത് അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, കടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയേണ്ടതാണ് ഇത് ആ റിസ്ക് ഉണ്ട് എന്നറിയുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിനുള്ള പ്രിപ്പറേഷനാണ് ജീവിതത്തിൽ വേണ്ടത്. അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടാണ് ജീവിക്കുന്നത് കൊണ്ടാണ് 50 വർഷമായി ഞാൻ വീട് വിട്ട് പൊതുപ്രവർത്തനത്തിനകത്ത് ആരംഭിക്കുന്നത്. അപ്പൊ അത്രയും നാളെ ചെയ്ത അനുഭവജ്ഞാനങ്ങളുണ്ട്.
അപ്പൊ ഈ എതിർപ്പുകളെ വകവെക്കുന്നില്ല എന്ന് പറഞ്ഞു. വകവെക്കുകയല്ല, അല്ല അത് കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല ഇപ്പൊ എതിർക്കുന്നത് അത്ര ഒരു പ്രശ്നം താങ്കളെ ബാധിക്കുന്നില്ല. അതേപോലെ സപ്പോർട്ട് ചെയ്യുമല്ലോ ആളുകള്. അപ്പൊ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ടോ? നമ്മൾ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്നൊക്കെ ആൾക്കാർ പറയുന്ന പോലെ അല്ല അത് കാണുന്നത്. നമുക്ക് അത് ചെയ്യേണ്ടതുപോലെ ചെയ്തു എന്നുള്ളതിനകത്ത് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. അങ്ങനെയാണ് അത് വരുന്നത്. നമ്മളിപ്പോ എന്താണ് ഹിമാലയത്തിന്റെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലാണെങ്കിൽ ആദ്യത്തെ എന്താണ് വെട്ടടിക്കുന്ന സ്ഥലം, അവിടെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്ഥലമുണ്ട്. ഇവിടെ ചെല്ലുക എന്ന് പറയുന്നതാണ്. അപ്പൊ 2-3 തിരിച്ചു പോരുന്നവരുണ്ട്. പക്ഷെ മുകളിലേക്ക് പോകണമെങ്കിൽ അതിനു വേണ്ടി പ്രിപ്പറേഷൻ വേണം. അപ്പൊ 2-3 തവണ പോയിട്ട് വീണ്ടും പോയിട്ടായിരിക്കും മുകളിൽ കയറുന്നത് വരാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അതൊരു നെഗറ്റീവായിട്ടല്ല അത് കാണുന്നത്. മറികടക്കേണ്ടതായ ഒരു പ്രശ്നമായിട്ട് മാത്രമേ അനുഭവിക്കത്തുള്ളൂ. അല്ലാതെ ഈ ആളുകളെല്ലാം സപ്പോർട്ട് തരുന്നില്ല, ആളുകളെല്ലാം എന്നെ ആക്ഷേപിക്കുന്നു എന്ന് പറയുന്ന സാധനമല്ല. അത് അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലയോ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കടുവയും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമുക്ക് വെറുപ്പുണ്ടാകും. സാറ് പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് തോന്നിയിട്ടുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മിക്കപ്പോഴും ഒരു കർഷകൻ ഒരു കോഴിനെ വളർത്തുകയാണെങ്കിൽ, കുറച്ച് കോഴികളെ വളർത്തുകയാണെങ്കിൽ ആ കർഷകൻ ഒരു കൂട്ടിലേക്ക് വൈകുന്നേരവും കയറ്റുന്നു. അതേപോലെ നമ്മൾ ഓരോ വീടുകളിൽ കയറിയിരിക്കുന്ന പോലെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സാറ് അതിൽ എന്താണ് പറയാനുള്ളത്? അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലേ? അതല്ലെങ്കിൽ സ്ലേവറി ഒരു പാടിമൊത്തം നിർത്തിയ കാലത്ത് ഒരു ജംഗ്ഷനിൽ കൊണ്ട് അവരെ നിർത്തി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ അവരവിടെ ജനിച്ചു വളർന്നതാണ്. പക്ഷെ അവർക്ക് അറിയില്ല ഞങ്ങൾ എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ല. പക്ഷെ അവർക്ക് എന്താ ചെയ്യുന്നതെന്ന് നിന്നുപോയി. അതേപോലത്തെ ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അങ്ങനെ ഒരു ചിന്താഗതി ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ തന്നെയാണ്. കാരണം ലോകത്തിനെ ആൾക്കാർക്ക് അറിയാതെ വളർത്തുന്ന ഒരു സ്ഥലവും നമ്മളിപ്പോഴും മനസ്സിലാക്കാനുള്ളത് ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടിയായിട്ടുള്ള സംവിധാനങ്ങളോടാണ് ലോകത്ത് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ലോകം രൂപപ്പെടുന്നത്. മനുഷ്യരുടെ ലോകം നമ്മൾ പറയുന്നത് അത് പണ്ട് കാട്ടിനകത്ത് നമ്മൾ ഈ ഭക്ഷണം തേടി ജീവിക്കുന്നവരോ അല്ലെങ്കിൽ നായാടി ജീവിക്കുന്ന കാലത്തുള്ളതല്ല. കൃഷിക്കാരായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് മറ്റുള്ള ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കും. വലിയൊരു കണ്ടുപിടുത്തമാണ്. അത് അങ്ങനെ അല്ലെന്ന് ശരിക്കും മനുഷ്യ ചരിത്രത്തിലെ വലിയൊരു കണ്ടുപിടുത്തമാണ്. മറ്റൊരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് ലക്ഷം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാം. അത് കൃഷി ആരംഭിക്കുന്ന സമയത്താണ് ആളുകൾ എല്ലാവരും ഒരിടത്ത് താമസിക്കുകയും അപ്പൊ അതിനകത്ത് കാല് വയ്യാതിരിക്കുന്ന ഒരാള് അയാൾക്ക് എണ്ണീറ്റ് പോകാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഭക്ഷണം എടുത്തുകൊണ്ട് വരാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരാനായിട്ട് പറയുമ്പോഴാണ് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് കാണുന്നത്. മറ്റേത് ഹണ്ടർ ഗ്യാദറേഴ്സ് നമ്മൾ പറയുന്നത് ഭക്ഷണം തേടി ജീവിക്കുന്നവര് എല്ലാവരും കൂടെ ഒന്നിച്ചാ പോകുന്നത്. അല്ലാതെ ആരെങ്കിലും എവിടെങ്കിലും വെച്ചു പോകാനൊന്നും നോക്കത്തില്ല. നമ്മൾ ഇതൊക്കെ മനസ്സിലാകുന്നത് ലോകത്തിന്റെ മാറ്റത്തിനെ പറ്റി അറിയാതെ ആളുകൾ വിചാരിക്കുന്നുകൊണ്ടാണ്. അപ്പൊ ഒരിടത്ത് ഇരുത്തിയേച്ച് പോയാൽ കടുവായ പിടിച്ചു പോകും. അവരവിടെ കൂടെ പോയേ പറ്റൂ. നമ്മളൊരു സംഘം മാൻകൂട്ടം നടക്കുന്നത് പോലെ, ഒരു കൂട്ടം ആൾക്കുരങ്ങ് നടക്കുന്നത് പോലെ, ഒരു കൂട്ടം പോലെ ആയിരുന്നു മനുഷ്യർ ജീവിച്ചത്. അപ്പൊ മുഴുവൻ പേരും അപ്പൊ നമ്മളിപ്പോ ആൾക്കാർ ഇങ്ങനെ പറയും കാട്ടിനകത്ത് രോഗമുള്ള ഒരു ജീവിയും ഇല്ല, മനുഷ്യർക്ക് മാത്രമേ രോഗമുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി കൊണ്ടാണ് നമ്മൾ രോഗികളായത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇവിടുത്തെ പ്രകൃതി ചികിത്സകർ പറയുന്ന സ്ഥലമുണ്ട്. കാര്യം അങ്ങനല്ല. കാട്ടിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്നവരെ മാത്രമേ ജീവനോടിരിക്കുകയുള്ളൂ. കടുവ പിടിക്കാതെ വേറെ നിന്റെ ആഹാരമാകാതിരിക്കുക, കാലൊന്നും ഒടിഞ്ഞാൽ മതി. അതോടെ പിന്നെ അതിനെ ആർക്കും രക്ഷിക്കാനാകത്തില്ല. അപ്പൊ എഫിഷ്യന്റ് ആയിട്ടിരിക്കുന്നവർ മാത്രം നിലനിൽക്കുന്ന ഒരു ഇടമാണ് നമ്മൾ ഈ പറയുന്ന ആദ്യകാല ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ആദ്യമായിട്ട് ഇപ്പൊ കാല് ഒടിഞ്ഞ് ആ ഒടിഞ്ഞ ആള് ആ കാലിന്റെ എല്ല് രണ്ടാമത് ചേർന്നത് ഏതാണ്ട് ഒരു 50,000 വർഷം മുമ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ആളിനെ എല്ല് ചേരാൻ വേണ്ടി പറ്റുന്നത്രയും കാലം ഒരു ഗുഹയിലോ ഒക്കെ ഇരുന്നെങ്കിൽ മാത്രം അത് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നതും ഇത് ചികിത്സിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ട് മനുഷ്യർ മറ്റുള്ളവരെ കെയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാലത്ത് മാത്രമേ ആ എല്ല് ചേരുകയുള്ളൂ, അല്ല ചേരത്തില്ല. പണ്ട് കാലത്തുണ്ടായിരുന്ന എല്ലാ കാലത്തെയുള്ള എല്ലുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. അപ്പൊ നമുക്കിങ്ങനെ കാണാം എല്ല് ചേർന്ന മനുഷ്യരെന്ന് പറയുന്നവരുടെ ലോകം എന്ന് പറയുന്നത് ഒരു 50,000 വർഷത്തിന് ശേഷമേ ഉള്ളൂ.
അത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ കാണാൻ തുടങ്ങുന്നത് ഒരു 10,000 വർഷം മുമ്പ് കൃഷി ആരംഭിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതാണ് ആളുകൾ നമ്മളെല്ലാവരും ഈ പരക്കാത്ത ഇങ്ങനെ സൗകര്യത്തോടെ കഴിയുന്ന കഥ കടച്ച് കിടന്നുറങ്ങാൻ പറ്റുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ ഇതിനകത്ത് സംരക്ഷിക്കപ്പെടുന്നവരായി മാറുമ്പോഴാണ് മറ്റവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനെ പറ്റി മനസ്സിലാക്കിയത്. അങ്ങനെ വന്നപ്പോഴാണ് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. അതുവരെ ഒരു ഗോത്രവും വേറെ ഗോത്രവും തമ്മിൽ ഒരു അടി നടന്ന് പിരിയത്തേ ഉള്ളൂ, അല്ലാതെ ഒരാളെ പിടിച്ചോണ്ട് വരത്തില്ല. ഇതങ്ങനല്ല, ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് പണിയെടുപ്പിക്കാം. അപ്പൊ പിടിച്ചുകൊണ്ട് വന്ന ആള് ഓടിപ്പോവും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും. തരം കിട്ടിയാൽ നമ്മളെ ഉപദ്രവിക്കും പിടിച്ചോണ്ട് വന്നവരെ. അപ്പം അവരെന്ത് ചെയ്ത് അവന്റെ കാലിലെ വള്ളിയിട്ട് കെട്ടി മറ്റൊരാള് കുന്തവും പിടിച്ച് നോക്കി നിന്ന് വേണം പണിയെടുപ്പിക്കാൻ. അപ്പൊ നിൽക്കുന്നവരും പണിയെടുക്കുന്നവരുമായിട്ടുള്ള ഡിവിഷൻ അങ്ങനെയാണ് ആരംഭിക്കുന്ന ലോകത്ത്. ഈ അടിമയായിരിക്കുന്ന ആളിനെ മെരുക്കാനേ പറ്റും. അയാൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച കാര്യം അറിയാം. അയാളെ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് അയാളുടെ പാർട്ട്ണറായിരിക്കുന്ന സ്ത്രീയെയും പിടിച്ചോണ്ട് വരും. അവരിലുണ്ടാകുന്ന കുഞ്ഞവിടെ വളരുന്നുണ്ട്. ഈ കുഞ്ഞിനെ കുട്ടിക്കാലത്ത് വളർത്തിയാൽ ഒരിക്കലും സ്വാതന്ത്ര്യമുള്ള കുട്ടിയായിട്ട് അനുഭവിക്കത്തേയില്ല. അത് വളരുന്ന മുഴുവൻ സമയവും അടിമയായിട്ട്, അപ്പൊ അതിന് ഒരു പാടുമില്ലാതെ ഈ അടിമയുടെ കുഞ്ഞായിട്ട് അടിമ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് അങ്ങ് മാറും. അവർക്ക് കാലയിലെ ഇതിടണ്ട, കാരണം അവർക്ക് ഇതേ അറിയാവൂ. അല്ലാതെ ഒരു സ്വാതന്ത്ര്യമായിട്ട് നടന്ന അവർക്ക് അറിഞ്ഞൂടാ. ജയിലിൽ വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ സംബന്ധിച്ചുള്ള ഒരിക്കലും പുറത്തു കൂടി നടന്ന് സ്ട്രീറ്റ് കണ്ടിട്ടില്ലാത്തവരാണ്. ഈ പ്രോസസ്സ് ഒരിക്കൽ ആരംഭിച്ചതിന് ശേഷമാണ് അടിമ കുഞ്ഞുങ്ങളുണ്ടായ ലോകത്താണ് സത്യത്തിൽ നമ്മളെല്ലാവരും കുട്ടിക്കാലം തൊട്ട് പരിശീലിപ്പിച്ചാണ് നമ്മളിങ്ങനെ. വെറുതെ കുഞ്ഞുങ്ങളെ വെറുതെ നോക്കിയാൽ മതി, അവർ ഓടി ചാടി തുള്ളി, അവരെ അറിയുന്നേ ഇല്ല. അവർ ദരിദ്രരുടെ വീട്ടിലാണോ ജനിച്ചത്, പണക്കാരുടെ വീട്ടിലാണോ ജനിച്ചത്, അല്ല ഇത് ആദ്യകാലത്ത് 5-6 വർഷം വരെ അവരറിയില്ല, കളിക്കത്തേ ഉള്ളൂ. ആ സമയത്ത് പതുക്കെ നീ മേളിലുള്ളതാണ് താഴെയുള്ളവരുമായിട്ട് കളിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് തൊട്ട് ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് തൊട്ട് ഇങ്ങനെ ചെയ്ത് അതിനെയാണ് ഡൊമസ്റ്റിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആളുകളാണ് ഇന്നിപ്പോ ലോകം മുഴുവനുള്ളത്. ഈ ആളുകളോട് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ലേ, അവരെ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത് സേഫ്റ്റി ആയിട്ടാണ് അവർ അനുഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഥ കടക്കുന്നത് സേഫ്റ്റിയാണ്, പക്ഷെ നമ്മൾ അകത്ത് കയറുമ്പോൾ പുറത്തുനിന്ന് കഥ കൂട്ടുന്നത് സേഫ്റ്റി അല്ല, അത് തടവറയാണ്. ഇതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ തടവറയിൽ തന്നെ വളരുന്നവരെ സംബന്ധിച്ചോളം അത് ശീലമായി പോകും. ഇത്രയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകാൻ എളുപ്പമല്ല. നമ്മൾ വീടുകളിലെല്ലാം വളരെ കൃത്യമായി എല്ലാം കിട്ടി വളരുന്നവരും രാവിലെ തൊട്ട് ഇന്നത് ചെയ്യണമെന്ന് പഠിപ്പിച്ച് വളർത്തുന്നവരുമാണ്. അപ്പോഴാണ് അനുസരണയുള്ളവരും അനുസരണയില്ലാത്തവരും മാത്രമേ ഉള്ളൂ ലോകത്ത്. അനുസരണയില്ലാത്തവർക്ക് ഏതെങ്കിലും നിലവാരത്തിൽ ഈ വിഷയം പഠിച്ചാൽ മനസ്സിലാകാൻ കഴിയാത്തവരോ അതിനെ എതിർക്കാനായിട്ടുള്ള ത്വര കൂടുതലുള്ളവരായ കുട്ടികൾ കാണും. അത് 100-ൽ 10 പേരെ കാണുള്ളൂ. അവരെയാണ് നമ്മൾ അനുസരണയില്ലാതെ വികൃതി എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞാൽ അനുസരിക്കത്തില്ല എന്ന് പറയുന്നത്. അവസാനം ക്ലാസ് റൂമിലെത്തുമ്പോൾ ബാക്ക് ബെഞ്ചേഴ്സായി മാറുന്നവരിൽ പ്രധാനപ്പെട്ടവർ അവരായി മാറും. ഇങ്ങനെയുള്ള പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സിനകത്തൂടാണ് നാട്ടിൽ. അപ്പോൾ കുറച്ച് പേര് എന്നും അനുസരിക്കാത്തവരും നിർബന്ധമായിട്ട് അടിമേടിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാകും. ബാക്കി ഒരു 80% ആൾക്കാരും ബേസിലെടുത്ത് അടിച്ചാൽ കറക്റ്റായിട്ട് വന്ന് ഇരിക്കും, എല്ലാ കാര്യവും ചെയ്യും. അങ്ങനെയാണ് നമ്മളെല്ലാം വളർത്തുന്നത്. ഈ വളർത്തിയ ആളിനോട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ 10% ആൾക്കാരുടെ കൂടെ നടക്കരുതെന്ന് പഠിപ്പിച്ചിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ അവർക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല. ഭയം ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കൊതിയുണ്ടാവും. കളിക്കാനുള്ള നല്ല ഉടുപ്പിട്ടിരിക്കുന്ന, ടാഗോർ പറയുന്ന ഒരു സ്ഥലമുണ്ട്, നല്ല ഉടുപ്പിട്ട കുട്ടിക്ക് ചെളിയിൽ കളിക്കാൻ ആകത്തില്ല. ഉടുപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള കളിക്കുന്നത് താടിക്കും കൈയും ഇരിക്കാനൊക്കെ ഉള്ളൂ. അത് ഭയങ്കര അസ്വാതന്ത്ര്യമായിട്ട് ആ കുട്ടി അനുഭവിക്കുമ്പോഴും ചെയ്യത്തില്ല. ഈ ഉടുപ്പ് ഭയങ്കര പ്രഷ്യസാണ്. കാരണം ഉടുപ്പിന്റെ അപ്രീസിയേഷൻ വേറെ തരത്തിൽ നമുക്ക് കിട്ടും. ആ സമയത്ത് നല്ല ഉടുപ്പിട്ടവരെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ ഉടുപ്പ് ഭയങ്കര സംഭവമാണ്. പക്ഷേ കളിക്കുന്ന സമയത്ത് ഭയങ്കര തടസ്സം. അത് ഊരി വെച്ച് വേറെ ഉടുപ്പിടാനുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ ഇതില്ലാതിരിക്കുന്ന ആ കുട്ടി ഇരുന്ന് ആ സമയത്ത് അനുഭവിക്കുന്ന ദുരിതം ഇതേ ഉടുപ്പ് വലിയ സ്ഥാനം നൽകുന്നതായിട്ട് മാറും. ഇങ്ങനെയാണ് തട്ടായിട്ട് നമ്മളെ ആളുകളുടെ സമൂഹത്തിനകത്ത് വരുന്നത്. പലപ്പോഴും ഒരു സമയത്ത് തന്നെ എല്ലാ
സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാനോ ജീവിക്കാനോ പറ്റത്തില്ല. അതിന് പഠിച്ചേ പറ്റൂ, ചെയ്തേ പറ്റൂ. അല്ല, ഇപ്പൊ പറയുന്ന സ്വാതന്ത്ര്യം ചെറുപ്പം മുതലേ നമ്മളിപ്പോ സ്കൂളിലാണെങ്കിൽ അവിടെ തുടങ്ങി നമ്മള് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയാണ്. ആ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു പറയാം, ചെറുപ്പം മുതലേ പഠിപ്പിച്ചു തുടങ്ങി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓരോ കാരണങ്ങൾ, അത് ശരിയല്ല, ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇതിനനുസരിച്ച് അനുസരണയുള്ളവരായിട്ട് വളരുന്നു, ഇത് ചെയ്താൽ മാത്രമേ അനുസരണയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വളർന്നു വരുന്നത്. പക്ഷെ ഈ അറിവില്ലാത്ത സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഒരു അറിവിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളെ ഒരു എന്താ പറയാ ഒരു നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഘടകമായി അത് മാറിയില്ലേ? മതമായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസമായാലും മനുഷ്യരെ നിയന്ത്രിക്കാനാണ്, അല്ല ഇയാളെ പഠിപ്പിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളെ അടിമയായിട്ട് പിടിച്ചോണ്ട് വരുന്ന അയാളെ മെരുക്കേണ്ടതുണ്ട്. ആനെ നോക്കിയാൽ മതി, ആന മെരുക്കാതെ പറ്റത്തില്ല. പക്ഷെ അവിടെ ജനിച്ച ആനക്കുട്ടികളുണ്ട്, അവരെ നമുക്ക് ഇത്രയും മെരുക്കണ്ട. കാരണം അവർക്ക് വേറെ ഈ മറ്റു ആനകളിലൂടെ നടന്നുള്ള അറിവില്ല. അവരൊത്തിരി ഇണങ്ങും. പക്ഷെ ആന നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളോടൊപ്പം ജീവിക്കുന്ന ജീവി അല്ലാത്ത കാരണം കൊണ്ട് വലുതാകുമ്പോൾ പ്രശ്നം ഉണ്ടാകും. അപ്പൊ അവരെയും ചങ്ങലക്കിടും. പക്ഷെ കുട്ടിക്കാലത്ത് നമുക്കത് കാണാൻ പറ്റും. പിടിച്ചുകൊണ്ടുവന്ന ആനക്കുട്ടിയും ആനയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ അത് വളരെ വ്യത്യാസപ്പെട്ട് നമ്മൾ അറിയണം. നമ്മൾ കുഞ്ഞുങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും. കുട്ടിക്കാലത്ത് ഉടുപ്പ് ഇടാനായിട്ട് ഏത് കുഞ്ഞ് സമ്മതിക്കും? ഊരിക്കളയവര്. അത് നിർബന്ധമായിട്ട് അപ്പോഴാണ് നമ്മൾ പരിശീലനം കൊടുക്കുക എന്ന് പറയുന്ന വാക്ക്. പരിശീലിപ്പിച്ച് അനുസരണയുള്ളവരാക്കി മാറ്റുക ചെയ്യുന്നത്. ഇതാണ് ക്ലാസ് റൂം ചെയ്യുന്നത്. തുള്ളിക്കളിച്ച് ചാടി തുമ്പിയുടെ പുറകെ ഓടി ചെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കഴുകി വൃത്തിയാക്കി ഉടുപ്പിട്ട് പരിശീലിപ്പിക്കും. അതാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവിടെ പരിശീലിപ്പിക്കുന്നത് അച്ചടക്കം എന്ന് പറയുന്ന ഒരു വാക്കിനെ ഇപ്പൊ സാർ ഉദ്ദേശിച്ചത്? അച്ചടക്കം ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ചോദ്യം ഇല്ലാതെ അച്ചടക്കമുള്ളവരും താതൂനികളും അങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് ഈ തിരിക്കുന്നത്. ഈ അച്ചടക്കം ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം നമുക്കില്ല. ഇപ്പോ ഈ പരിശീലിപ്പിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗമുള്ളവരാക്കി വളർത്തുന്നു എന്നുള്ള യുക്തിയല്ലാതെ ഈ ആളിന് പ്രയോജനം ഉണ്ടോ എന്നുള്ള ചോദ്യം വരുന്നപ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. പക്ഷെ അതായത് ഒരു അച്ചടക്കം ഉള്ളത് ഒരു വ്യക്തിക്ക് അത് അയാളുടെ ജീവിതത്തിൽ അയാളുടെ കരിയറിലൊക്കെ ഒരു ഗുണമാണെങ്കിൽ ഒരു അച്ചടക്കം ഉള്ളത് നല്ലതല്ലേ? അതാ പറഞ്ഞ അച്ചടക്കം വേണ്ടെന്ന് ആരാ പറയുന്നത്? അച്ചടക്കം ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യമാണ് ഞാൻ വീണ്ടും ചോദിച്ചോണ്ടിരിക്കുന്നത്. പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തടവറയിൽ കഴിയുന്ന ഒരാള് തടവറയിൽ നിന്ന് ചാടാൻ പോകുന്നത് അത് അച്ചടക്കരഹിതമായിട്ടാണ് നിൽക്കുന്നത്. പുറത്തൊരു ലോകമുണ്ടെന്നും അവിടെ വ്യത്യസ്തമായിട്ടാണ് ജീവിക്കാൻ പറ്റുമെന്ന് അറിയുന്ന ആള് പോകുന്ന അച്ചടക്കരാഹിത്യമായിട്ടാണ് നിൽക്കുന്നത്. ഈ ഏരിയയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അച്ചടക്കം പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയുന്നത് മറ്റ് നമുക്ക് ഉപയോഗിക്കാനുള്ള ആളുകളെയാണ്. സ്വയം അച്ചടക്കം എന്ന് പറയുന്നത് മരത്തെ കയറുമ്പോൾ വീഴാതെ നോക്കണം എന്ന് പറയുന്നതാണ് അച്ചടക്കം. ചുമ്മാതെ ചാടി കയറരുത്, ഉരുണ്ട് വീഴരുതെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമില്ലേ? നീ ശ്രദ്ധിക്കണം എന്നൊരാൾ പറയുന്നിടത്ത് നമുക്കൊരു അച്ചടക്കമുണ്ട്. അത് നമുക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റേതങ്ങനല്ല. ഈ ഇരിക്കുന്ന കെട്ട് ഞാൻ അവിടെ എത്തുമ്പം ഇതെടുത്ത് അവിടെ കൊണ്ടുവരണം. അത് അയാൾ ആ സമയത്ത് അപ്പൊ കഴുത്തിന് വേദന വന്നാലോ വയ്യാതായാലോ ഒന്നും എടുക്കാനൊക്കത്തില്ല. അത് അവിടെ സമയത്തിന് എത്തിച്ചോ എന്നുള്ളത് മാത്രമാണ് അച്ചടക്കമായിട്ട് കാണുന്നത്. ഈ എടുത്തുകൊണ്ട് പോകുന്ന ആളിന്. മറ്റേയാൾക്ക് അങ്ങനല്ല. അയാൾക്ക് കഴുത്തിന് വേദന വന്നാൽ സ്വന്തമായിട്ട് അത് വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കൃഷിക്കാരനും കർഷക തൊഴിലാളിയും തമ്മിലുള്ള വ്യത്യാസമാണ് അതിനകത്ത് വരുന്നത്. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം 10 തെങ്ങ് വെക്കണം എന്നാൽ ആദ്യം കഴിഞ്ഞ, കാരണം അത് ചെയ്ത് തീർക്കണം. കർഷക തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഈ പണി ചെയ്ത് തീർക്കുകയാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തേ പറ്റും. അതേ അറിയാം. അപ്പൊ മറ്റേ ആൾ വിളിച്ചിരിക്കുന്നത് അതിനാണ്. അപ്പൊ അയാൾ അടുക്കും ചിട്ടയൊക്കെ പറയുമ്പോഴും കുഴി മുഴുവൻ കുത്തണ്ട ഇയാൾ തന്നെയാണ്. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നത്? കഴിയുന്നത്രയും പതുക്കെ അത് ചെയ്യാൻ നോക്കും. അത് അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ പണി തീർത്താൽ അയാൾക്ക് നാളെ ജീവിച്ചു വരാനുള്ള കൂലി ഇയാൾ കൊടുക്കും. തെങ്ങയിലുണ്ടാകുന്ന തേങ്ങയ്ക്ക് അയാൾക്ക് പങ്കില്ല. കർഷകനെ സംബന്ധിച്ചോളം അയാൾ ഇതേ പണി ചെയ്യും, മറ്റേയാളുടെ കൂടെ ചെയ്യും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം കൂലി കിട്ടി വീട്ടിൽ പോകുന്ന ആളല്ല. അയാൾക്ക് ഈ തേങ്ങ അയാളുടേതും കൂടാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലം, ചെയ്ത പ്രവൃത്തിയുടെ ഫലം കിട്ടുന്ന ആളായിട്ട് മാറുന്ന കർഷകനേ ഉള്ളൂ, കർഷക തൊഴിലാളിയില്ല.
ഇതാണ് വ്യത്യാസം. അപ്പൊ കർഷക തൊഴിലാളി ആദ്യം തൊട്ട് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? മുഴുവൻ സമയം അഴിഞ്ഞു പോകുന്ന ഒരു മുണ്ട് കൊടുത്തേ വരുള്ളൂ. കാരണം അയാൾക്ക് ഇത് തീർക്കുന്നതാണ്. പണി തീർന്നാലും നാളെ പണിയും തീർന്നു പോകും. മനസ്സിലാക്കണം. ഈ രണ്ടുപേരുടെ ജീവിതത്തിനകത്ത് രണ്ടു തരത്തിലെ അച്ചടക്കമാണ് ഉണ്ടാകുന്നത്. ഒരാൾക്ക് പെട്ടെന്ന് ഇത് 10 എണ്ണവും വെക്കുന്നതിനെ പറ്റിയും അതിന് ഫലം ഉണ്ടാകുന്നതിനെ പറ്റിയും ഫലം അയാൾക്ക് കിട്ടുകയും ചെയ്യും, ഇയാൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഈ പണി ഇയാളുടേതല്ലാതായി പോകുന്ന പണികളാണ് നമ്മൾ ഈ അടിമത്വം എന്ന് പറയുന്നത്. പണി കുറവൊന്നുമില്ല കർഷക തൊഴിലാളിക്ക്. പക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ 30-35 വർഷം അയാൾ പണിയെടുത്താലും അയാൾ എന്നും കർഷക തൊഴിലാളിയായിരിക്കും. കർഷകൻ അങ്ങനെയല്ല. അയാൾ ഇതിനകത്തുനിന്ന് ഉൽപ്പന്നത്തിനകത്തുനിന്ന് പണം ഉണ്ടാക്കി ഒരേക്കറി പണിയെടുത്ത് തുടങ്ങിയ ആള് 10 കൊല്ലം കഴിയുമ്പോഴത്തേന് അയാൾക്ക് 20 ഏക്കർ സ്ഥലമുള്ള ആളായിട്ട് മാറും. കർഷക തൊഴിലാളി എന്നും കർഷക തൊഴിലാളിയായിരിക്കും. ഇതാണ് ജീവിതത്തിനകത്ത് ഈ അച്ചടക്കം എന്ന് പറയുന്ന സാധനം. ഒരാളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അയാൾക്ക് പ്രയോജനപ്രദമായി തീരുന്നത് അയാളുടെ പണിയായിട്ട് അയാൾ തിരിച്ചറിയുന്നുണ്ടാണ്. മറ്റേയാളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അയാൾക്ക് നഷ്ടം ഉണ്ടാവും. അത് ഇയാൾക്ക് വേണ്ടിയാണ് അയാളുടെ അച്ചടക്കം. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് അപ്പൊ അച്ചടക്കം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വളരെ ശരിയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിഞ്ഞൂടെ അച്ചടക്കം വേണ്ടതല്ലേ? പക്ഷെ ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. ഈ ചോദ്യം അതിന്റെ ഫലപ്രാപ്തിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് മനസ്സിലാക്കുമ്പോഴാണ് രണ്ട് തരത്തിലുള്ള മനുഷ്യ സമൂഹമായിട്ട് നമ്മളിവിടെ നിൽപ്പുണ്ട്. ഈ ഭൂമി നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ്. എല്ലാ ജീവികളും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമിയാണ്. ഇത് എന്റേതാണെന്ന് പറയുന്ന ഒരാളുകൾ ഉണ്ടായപ്പോഴും അവിടെ വളച്ചു വേലി കെട്ടിയിട്ട് ഇത് സ്വന്തമാക്കി മാറ്റിയ ആൾക്കാരുടെ ലോകവും അല്ലാത്തവരുമായിട്ടുള്ള ഡിവിഷനാണ് നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. ഇതാണ് ഈ പിടിച്ചോണ്ട് വന്ന് ഞാൻ പറഞ്ഞില്ല, അടിമയായിട്ട് പിടിച്ചോണ്ട് വരുന്നു എന്ന് പറഞ്ഞു. ആ ആള് പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അയാൾക്ക് നഷ്ടമാണ്. വ്യക്തിഗതമായ അയാൾക്ക് നഷ്ടമാണ്. നല്ല പണിക്കാരൻ എന്ന് പറഞ്ഞാൽ എല്ലുമുറിയെ പണിയെടുത്ത് ചാകാം എന്നുള്ളതേ ഉള്ളൂ. കൂലി വൈകുന്നേരം കൂടുന്ന ഒരു കഷ്ണം ഇച്ചിരി കൂടുതൽ കൊടുക്കും. ഇന്ന് നീ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ, ഗിഫ്റ്റുകൾ കൊടുത്ത് നല്ല പണിക്കാരനാക്കി മാറ്റുന്നത് അച്ചടക്കം ആ പണിയെടുക്കുന്നവനല്ല, പണിയെടുപ്പിക്കുന്നവർക്ക് പോകും. ഈ വ്യത്യാസമുണ്ട് നമ്മൾ ഈ പറയുന്ന അച്ചടക്കങ്ങൾക്കൊക്കെ. ഇത് നമ്മൾ തിരിച്ചറിയാതിരുന്നുകൂടാ. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പം അച്ചടക്കം വേണ്ടേന്ന് ചോദിക്കുമ്പം എല്ലാവരും സ്വതന്ത്രരായി പണിയെടുക്കുകയാണെന്ന് തോന്നും. കേൾക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലാണെന്ന് തോന്നും. രണ്ടുപേരുടെയും രണ്ട് ഉദ്ദേശങ്ങളും രണ്ട് ജീവിത ലക്ഷ്യങ്ങളുമുണ്ട്. ഒരാളെ സംബന്ധിച്ചോളം വൈകുന്നേരം എങ്ങനെങ്കിലും പണി തീർത്ത് ഈ കിട്ടുന്ന കൂലി മേടിച്ച് പോകാം എന്നുള്ളതല്ലാതെ ആ തെങ്ങയിൽ ഉണ്ടാകുന്ന തേങ്ങയെ പറ്റി ആലോചിച്ച് ഒരിക്കലും ഒരു കർഷക തൊഴിലാളിക്ക് അനുഭവിക്കാനൊക്കത്തില്ല. അയാളുടെ പണി ഒരു കൊല്ലനിരുന്ന് പണിഞ്ഞ് അയാൾ ഉണ്ടാക്കുന്ന കത്തി അയാൾ ഉണ്ടാക്കിയതാണെന്ന് അയാൾക്ക് വിചാരിക്കും. പക്ഷെ അയാൾക്ക് വിറ്റാലേ ജീവിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് വിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് വീണ്ടും അയാൾ ഉണ്ടാക്കുമ്പോൾ പോലും ഈ ഒരു ചെറിയ വ്യത്യാസം വരും. ഫാക്ടറിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ 100 പേരുണ്ടാകും. 100 പേരും കൂടെ ഒരു കാറുണ്ടാകും. കാറ് നമ്മുടേതാണെന്ന് ഒരു ഒറ്റ ജോലി എടുക്കുന്നവർക്ക് തോന്നത്തില്ല. എന്നാൽ കാർ അവരുടേതല്ല. അവരുടെ അധ്വാനം വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. വിലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്ന സംഭവമാണ്. വിലയ്ക്ക് വിൽക്കുമ്പോൾ ഇയാൾ അടുത്ത ദിവസം ജീവനോടെ തിരിച്ചു വരാനുള്ള കൂലിയെ കൊടുക്കുള്ളൂ. അല്ലാതെ ഇയാൾക്ക് യഥാർത്ഥത്തിൽ സാധനം കൊടുക്കത്തില്ല. ഈ വ്യത്യാസങ്ങളാണ് ജീവിതത്തിനകത്ത് വരുന്നത്. അടിമയായിരുന്ന ആളും പണിയെടുപ്പിക്കുന്ന ആളിനും അച്ചടക്കം വേണമെന്ന് കേൾക്കും, ശരിയാണെന്ന് തോന്നും. പക്ഷെ അച്ചടക്കം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം കൂടെ ചോദിച്ചിട്ട് വേണം എന്നുള്ളത് പറയാം. ഇപ്പൊ അതിൽ നിന്നും മാറി ചിന്തിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഈ അനുസരണ അല്ലെങ്കിൽ അച്ചടക്കം എന്നുള്ള ഇതിലേക്ക് മാറി മതത്തിന്റെ ഇതിലേക്കാണ് കൂടുതലും ഈ അച്ചടക്കം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അതിനെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല, ഇതിനെതിർത്ത് സംസാരിക്കാൻ പാടില്ല. പക്ഷെ പുതിയ ഒരു 2000-ലേക്ക് കടന്നതോടുകൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു ജാതി എന്നുള്ള സാധനം കുറഞ്ഞു വരികയാണ്. എനിക്ക് തോന്നുന്നത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, നല്ലൊരു പാട്ടുകാർക്ക് വേടൻ എന്ന് പറയുന്ന ആൾ നല്ലൊരു പാട്ടുകാരനാണ്, പാട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ചില ആളുകൾ അദ്ദേഹത്തെ അറിഞ്ഞു വന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മഞ്ഞുവൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കൂടിയാണ്. അതിനു മുമ്പേ അറിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ 80s 90s ആളുകൾ ചിലപ്പോൾ അത്യാവശ്യം ഒത്തിരി ഫേമസ് ആയി വന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ പാട്ടിലൂടെയാണ്. പിന്നെ അത് ഫേമസ് ആയി. പിന്നെ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പതുക്കെ ജാതി, പണ്ട് നമ്മൾ അനുഭവിച്ച ജാതി വ്യവസ്ഥ അതൊക്കെ മറന്നു തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് വീണ്ടും സ്റ്റാർട്ട് ആവുകയാണ്. പണ്ട് ഞങ്ങൾ അനുഭവിച്ചു, മറ്റേ നിങ്ങളുടെ ഏഴാളന്മാരുണ്ടായിരുന്നു. ഇത്
വീണ്ടും അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഈ ന്യൂ ജനറേഷനായിട്ട് വരുമ്പോൾ ആളുകളെ സപ്പോർട്ട് ചെയ്യുകയാണോ, അതോ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്? കാരണം അത് ജാതി വ്യവസ്ഥ എന്നുള്ളത് മനസ്സിൽ കുറെ പഴയ സാധനം പതുക്കെ മാറി മാറി വരുമ്പോൾ അത് വീണ്ടും ഇദ്ദേഹത്തിന്റെ കുറെ പ്രസ്താവനകളോടുകൂടി അത് വീണ്ടും പുനഃസൃഷ്ടിക്കുകയല്ലേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്താണ് അഭിപ്രായം? ചോദ്യം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞല്ലോ. നായർ മാട്രിമോണി കണ്ടിട്ടുണ്ടോ അയാൾ? ഈഴവ മാട്രിമോണി കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണ മാട്രിമോണി കണ്ടിട്ടുണ്ടോ? വെജിറ്റേറിയൻ ആയ ആൾക്കാർക്ക് മാത്രമേ വീട് വാടകയ്ക്ക് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു പെൺകുട്ടി അവർക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ, അയാൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ പയ്യനെയാണ് ഇഷ്ടം എന്ന് പറയുന്നത് ചെയ്ത് കണ്ടിട്ടുണ്ടോ? അത് എവിടെ കാണുന്നത്? എവിടെ നടക്കുന്നത്? നായർ മാട്രിമോണിയിലുണ്ടോ? അപ്പൊ പിന്നെ അല്ലല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന സാധനങ്ങളില് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പെൺകുട്ടി ഇവിടെ എന്താണ് ഓണർ കില്ലിംഗ് എന്ന് പറയുന്ന വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. വേറെ ജാതി. ഇന്നലെ നമ്മള് 40 പേരുടെ തലമുട്ടയടിച്ചിട്ടുണ്ട് ഒറീസയിലെ. 40 പേരുടെ എന്ന് പറഞ്ഞാൽ വേറൊരു ജാതിയിലുള്ള കുട്ടിയെ വിവാഹം കഴിച്ചത് കൊണ്ടാണ്. ഇത് നടക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന സാധനം എല്ലാ സ്ഥലത്തും ഈ പോയി എന്ന് പറയുന്ന സാധനം എവിടെയാണ് പോയെന്നുള്ള ചോദ്യം വരും. നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ജനിക്കുന്ന വീട്, ഇയാൾ ജനിക്കുന്ന വീടുണ്ട്, ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിക്കണമല്ലോ. ജനിക്കുന്ന വീടിനകത്ത് അവരുടെ ഐഡന്റിറ്റി, വീട്ടുകാരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? അതിനകത്ത് തന്നെ അവാന്തര വിഭാഗമായിട്ട് ജാതിയിൽ വിശ്വസിക്കുന്നവരല്ലേ? അതുപോലെ തന്നെ പണക്കാരെന്നും പണമില്ലാത്തവരെന്നുള്ള തരത്തിലുള്ള ഐഡന്റിറ്റി ഉള്ളവരല്ലേ? തെക്കരും വടക്കരും എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഉള്ളവരല്ലേ? ഈ വീട്ടിലല്ലയോ നമ്മൾ ജനിക്കുകയുള്ളൂ. അങ്ങനെ അല്ലാത്ത നമ്മൾ പൗരരാണ്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണെന്ന് പറയുന്ന വാക്ക് പോട്ടെ, ഇന്ത്യക്കാരാണ് എന്നറിയുന്ന വീട് എവിടെയാണെന്ന്, കേരളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോ ഉള്ളത്? അങ്ങനെ ഒരു വീടില്ല. നമ്മൾ ഈ പറയുന്ന സാധനം ഇനി 1947 അവിടെ നിൽക്കട്ടെ, 47-ലാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത്. അത് ഞാൻ നമ്മൾ 50-ലാണ് ഭരണഘടന വരുന്നത്. 1950 ജനുവരി 26. ജനുവരി 26-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അതിൻ്റെ എല്ലാ നിലവാരത്തിലും, കാരണം ഭരണഘടനാപരമായി തന്നെ നമുക്ക് കിട്ടി. 47-ലെ കാര്യം ഞാൻ ആൾക്കാർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ എടുക്കാം. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും വില്ലേജ് ഓഫീസിലോ ഏതെങ്കിലും കോടതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ അത് കൈകാര്യം ചെയ്യുന്ന ഒരാളിന് എൻ്റെ മുന്നേ വന്നിരിക്കുന്ന ഈ ആള് പ്രജയല്ല പൗരനാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അപേക്ഷ എഴുതി കൊടുക്കുന്നത്. ഈ അപേക്ഷ എഴുതാൻ എന്നാണ് രാജാവിന്റെ കാലത്ത് തുടങ്ങിയത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് എഴുതിയതാണ് ഈ അപേക്ഷകൾ. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനകത്ത്, കോടതിക്കകത്ത് ഇയാൾ ഇപ്പോഴും ചെന്നാൽ ഇയാളൊരു കൂട്ടി നിൽക്കേണ്ടി വരും. പൗരനായിരിക്കുന്ന ആള്, പൗരനെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ്? ജനാധിപത്യ രാജ്യമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തതാണ്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത്. പരമാധികാരി എന്ന് പറയുന്നത് ജനങ്ങളാണ്. ഇത് പറയുമ്പോൾ പിന്നെ സുപ്രീം കോടതി എങ്ങനെ ഉണ്ടാവും? വെറുതെ ആലോചിക്കുക. സുപ്രീം കോടതി എന്ന് പറയുന്നത്, ഹൈക്കോടതി എന്ന് പറയുന്നത്, ജില്ലാ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത്, മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്ന ഈ മേല് കീഴിലുള്ള സംവിധാനം ജനാധിപത്യമായിട്ട് എന്ത് ബന്ധമാണ്? സെക്രട്ടേറിയറ്റിനകത്ത് ഇയാൾ ചെല്ലുമ്പോൾ വാതൊക്കെ ഒരു ഗൂർക്കയുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് അവിടെ ഇരിക്കുന്നത്, അല്ലാതെ രാജാക്കന്മാരല്ല. പക്ഷെ ഇരിക്കുന്നത് എവിടെയാണ്? സെക്രട്ടേറിയറ്റിലെ വലിയ മുറി, വലിയ കസേര, വലിയ മേശ. അതിനകത്ത് നമ്മൾ ഇന്നലെ വോട്ട് കൊടുത്ത ആള് ഓട്ടിനാണ് അയാൾ ജയിച്ചിട്ടുള്ളത്. അയാൾ അവിടെ ഇരിക്കുകയാണ്. അയാളെ കാണണമെന്നുണ്ടെങ്കിൽ ഈ മുറി എന്ന് പറയുന്നത്
ആളുകളെ ചെറുതാക്കാൻ വേണ്ടി രാജാവ് ഡിസൈൻ ചെയ്തതാണ് വലിയ മുറി. അല്ലാതെ എല്ലാവരും നമ്മൾ 3 പേരും ഒരുപോലുള്ള കസേരകളിലല്ലേ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന സമയത്ത് തുല്യരായിട്ടിരിക്കുന്നവരാണ്. ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. വോട്ട് കൊടുത്ത് വിട്ട ആളാണ്. അയാളെ കാണാൻ പോകുമ്പം നമുക്ക് രാജാവിനെ കാണുന്ന അത്രയും തടസ്സങ്ങളാണ് ഈ വഴി മുഴുവനുള്ളത്. വില്ലേജ് ഓഫീസിൽ ഇയാൾ ചെല്ലുന്നു. ഇയാൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് അപേക്ഷകളാണ്. അല്ലാതെ ഇയാൾ ഏതെങ്കിലും സമയത്ത് ഇത് എൻ്റെ അവകാശമാണ്, നിങ്ങൾ റേഷൻ കാർഡ് തരണമെന്ന് പറഞ്ഞാൽ ഒരു സാധനം എഴുതാനൊക്കത്തില്ല. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇങ്ങനൊരു വരി എഴുതാനേ ഇതുവരെ പറ്റിയിട്ടില്ല. ഇത് ഈ നമ്മൾ ഈ കാണുന്ന ഒരൊറ്റ പോലീസ് സ്റ്റേഷനിൽ കസേര ഉണ്ടാവും. പോട്ടെ, ഇയാൾ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവോ? ഒരു കൂട്ടുകാരനെങ്കിലും വിളിച്ചോണ്ടല്ലേ പോകുന്നേ. ആ പോലീസിങ് എന്ന് പറയുന്നത് മേലിൽ നിന്ന് താഴോട്ട് നോക്കുന്നതിനാണ് പോലീസിങ് എന്ന വാക്കിന്റെ അർത്ഥം. പരമാധികാരികളായ ജനങ്ങളിലെ ആരാണ് ഈ മേലിൽ നിന്ന് താഴോട്ട് നോക്കുന്നത്? ഞാനിത് ആലോചിക്കാനായി പറയുന്നത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾക്കറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്തും നിങ്ങൾ ഈ പറയുന്ന സംഭവം നടന്നിട്ടില്ല. ഇത് മുഴുവൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ എലക്ട് ചെയ്ത് വിടുന്ന ആള് ഇതിന്റെ ഇതിന് നമ്മള് പ്രതിനിധി എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ കാര്യം അവിടെ പോയി നമുക്ക് വേണ്ടി ചെയ്യാനായിട്ടാണ് വിട്ടത്. പക്ഷെ അയാൾ അവിടെ പോയി രാജാവാകുക എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതിപ്പോ അവര് അങ്ങോട്ട് പോയി കാണണ്ട. അവര് എങ്ങും വരത്തില്ല. അല്ല, അവര് വരുന്ന സമയത്ത് വണ്ടി റോഡിൽ അവര് റോഡിൽ കൂടെ പോകുമ്പോ ഫ്രണ്ടിലും പുറകിലും പോലീസുമായിട്ടാ പോകുന്നത്. അല്ല, നമ്മളെ വഴി തടയുന്നുണ്ട്. അതാ വഴി തടയുന്നതാണ് നമ്മുടെ പ്രശ്നം. അടി കിട്ടും. ഞാൻ തെരഞ്ഞെടുത്ത് വിട്ട ആളിനെ കാണാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മളെ അടിക്കുന്നിടത്താണ് നിൽക്കുന്നത്. ഇയാൾ ഈ പറയുന്ന മേലെ കീഴുള്ള സമൂഹമോ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഹിന്ദു എന്നുള്ള സാധനമല്ല, ഈഴവ മാട്രിമോണി, നായർ മാട്രിമോണി ഉള്ള നാട്ടിലെ ഈ പറയുന്ന ഒരാള് അയലത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന കുട്ടിയോട് അത് നമ്മുടെ ആൾക്കാരല്ല എന്ന് പഠിപ്പിക്കുന്ന വീടുകളിൽ ജനിച്ചിരിക്കുന്ന, ഇത് മുഴുവൻ നിലനിൽക്കുന്ന സ്ഥലത്ത് ആകെ ഈ ഭരണഘടനയിൽ എഴുതി വെച്ച സാധനം നമ്മൾ വീട്ടിനകത്ത് ഈ ആരെങ്കിലും ഓടി വരുമ്പോൾ നമ്മൾ വീടിനകത്ത് ഒരു തുണി എടുത്ത് നമ്മുടെ കട്ടിലിന്റെ മേളിലിടും. കാരണം ഒത്തിരി അഴുക്കായിട്ട് കിടന്നതാ. പെട്ടെന്ന് അതിന്റെ മേളിൽ ഒരു തുണി വിരിച്ച് അത് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന പോലെ വെക്കുന്ന സാധനമാണ് നമ്മുടെ ഭരണഘടന. സാധനവും സംഭവിച്ചിട്ടില്ല. ആകെ സംഭവിച്ചിട്ടുള്ള സാധനം എന്താണ്? ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ ഭരിക്കാൻ തുടങ്ങിയ സമയത്ത് അവര് ഒരു ബസ്, ട്രെയിന്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല അവർ തുടങ്ങിയെങ്കിലും അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാനായാലും ശരി, റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒക്കെ ഉണ്ടാക്കിയത് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ യാത്ര ചെയ്യുന്നത് ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിനകത്ത് മാത്രമാണ് നമ്മൾ ഒന്നിച്ചു കൂടുന്നത്. ബസ്, ട്രെയിന്, ഇതുപോലുള്ള സ്ഥലങ്ങളിനകത്ത് മറ്റേതങ്ങനല്ലായിരുന്നു. നമ്മളെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? 36 അടി അകലം വെച്ചിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ ബസ്സിനകത്ത് കയറണമെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോണ്ട് മാറിയ മേഖല മാത്രമാണ് ആകെ ഉണ്ടായ വ്യത്യാസം. ബാക്കി ഈ നമ്മൾ ഈ പറയുന്ന സകല മാലിന്യങ്ങളുടെ മുകളില് ഒരു കമ്പളം വിരിച്ചതുപോലാണ് ഭരണഘടന നിൽക്കുന്നത്. അല്ലാതെ ഒരാളുടെ വീട്ടിനകത്തും നമ്മൾ ഈ പറയുന്ന ഗുണപരമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ടാണ് ഈ മാട്രിമോണിയൽസ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയുന്നത് ഗവൺമെന്റ് നിയമപരമായി ഉണ്ടാക്കിയിരിക്കുന്ന രജിസ്ട്രേഷൻ 18 വയസ്സാകുമ്പോൾ 2 പേര് തമ്മിൽ വിവാഹിതരാനുള്ള അവകാശം. 100 വിവാഹം നടക്കുന്നതിനകത്ത് ഒരെണ്ണമായിരിക്കും ഉണ്ടാകുന്നത്. ഇതാണ് ഇയാൾ ഉണ്ടായെന്ന് പറയുന്ന സാധനം. ആ ഉണ്ടായ ആൾക്കാർക്ക് തന്നെ അത് ചെയ്ത ആൾക്കാര് വീട്ടുകാരുടെ സമ്മത പ്രകാരം പിന്നെ 2 കല്യാണം കൂടെ കഴിക്കുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. കാരണം ആദ്യം ഇവർ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വിവാഹം കഴിച്ച് വീട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞു ഞങ്ങളുടെ വക കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് 2 സമുദായത്തിന്റെ പേരിലുള്ള കല്യാണം കൂടെ കഴിക്കുന്നവരാണ് ഇപ്പോഴും ഉള്ളത്. ഇനി സ്വതന്ത്രമായി ചെയ്തവരെന്ന് വെച്ചോ, വീട്ടിനകത്തു നിന്ന് 90% ആ സ്വത്തൊന്നും കൊടുക്കത്തില്ല. അവര് പാടുപെട്ടി ജീവിക്കുന്നവരായിട്ട് പോകും. അവര്
സ്വാഭാവികമായി സാമൂഹികമായ സപ്പോർട്ട് കിട്ടാത്തവരായത് കാരണം കൊണ്ട് അവർ പിരിഞ്ഞു പോകുന്നിടത്താണ് കൂടുതൽ പേര് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ആ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് പിന്നാലെ നമ്മൾ നോക്കിയാൽ മതി. ആ സമയത്തൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം പാർട്ടി ഓഫീസിലൊക്കെ കല്യാണം കഴിപ്പിക്കുമായിരുന്നു. ഇഷ്ടംപോലെ കാണുമായിരുന്നു. ഇന്ന് നമ്മൾ കാണത്തേ ഇല്ല. മാത്രമല്ല ആരും അതിനെപ്പറ്റി സംസാരിക്കത്തേ ഇല്ല. എന്തുകൊണ്ടാ? ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ചിത്തയായി പോയോണ്ടൊന്നുമല്ല. അവർക്കറിയാം അവർ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ അവരുടെ വോട്ട് പോകുമെന്നറിയുന്ന കാരണം കൊണ്ട് നിശബ്ദമായി പോയ സാമൂഹിക മുന്നേറ്റത്തിന്റെ മേഖലയെ ഇല്ലാതായി. ഇപ്പൊ ഗൗരി കെ ആർ ഗൗരിയും ടി.വി. തോമസും കൂടെ കല്യാണം കഴിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി വിട്ടിട്ട് അവർ ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലായിപ്പോയിരുന്നു, CPI-ലും CPP-ലും. പക്ഷെ അത് മുഴുവനും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നടന്നിരുന്ന വിവാഹങ്ങൾ നിങ്ങൾ ഇന്ന് കാണത്തേയില്ല. ഒരു 100-ൽ ഒരാൾ ചെയ്താൽ അത് ഘോഷിക്കും. രണ്ടുപേര് തമ്മിൽ രണ്ടുപേര് തമ്മിൽ, രണ്ട് ആണും പെണ്ണും തമ്മിലല്ലേ വിവാഹം കഴിച്ചത്, പിന്നെ എന്തിനാ ഘോഷിക്കുന്നത്? ഇനി നമ്മൾ എന്താണ് മിശ്ര വിവാഹം സംഘം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മഷിയിട്ട് നോക്കേണ്ടി വരും മിശ്ര വിവാഹ സംഘം. അവരുടെ മക്കളെ ആരും തന്നെ ആ മിശ്രവിവാഹം ചെയ്തവരുടെ മക്കൾ ആരെങ്കിലും അവരുടെ മിശ്രവിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത മിശ്രവിവാഹത്തിലേ നമ്മൾ കാണുള്ളൂ. കാരണം ഈ സമൂഹത്തിനകത്ത് നിങ്ങൾ ഈ പറയുന്ന മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു തുണി വിരിച്ചിട്ട് അപ്പൊ അതിന് മേളിൽ കൊണ്ടുവരേണ്ട ഇത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വരി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനകത്ത് വ്യത്യസ്തമായ മേലുകീഴ് നിൽക്കുന്നതിനെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറയുന്ന, എന്ന് പറഞ്ഞാൽ ഒരുപോലല്ല രണ്ടു കൂട്ടരും. ക്ലാസ് റൂം നമ്മൾ ആരംഭിച്ചില്ലേ, ബ്രിട്ടീഷുകാരാണ് ക്ലാസ് റൂംസ് ആരംഭിച്ചത്. അപ്പൊ ആളുകൾ ഇരിക്കാനായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഇട്ടാ ഇരുത്തി തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ മുന്നോക്ക ജാതിക്കാരിരിക്കുന്നതായിരുന്നു ഫ്രണ്ട് ബെഞ്ച്. അവരാണ് പഠിക്കുന്നവർ. അതാണ് പിൽക്കാലത്ത് ഇപ്പോൾ നമ്മൾ പറയുന്നത് പിന്നിലിരിക്കുന്നവർ പഠിക്കാത്തവരെന്നാണ്. അല്ല, അവർ ദരിദ്രരും ജാതിയിൽ താണ ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഇതുകൊണ്ട് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉള്ള ക്ലാസ് റൂംസ് ആണ് ഇന്നും ഉള്ളത്. ആ ക്ലാസ് റൂമിനകത്ത് ഇന്ന് നമ്മൾ പറയുന്നത് ഇതാണ്, പഠിക്കുന്നവരും പഠിക്കാത്തവരും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ജാതിയിൽ ആരംഭിച്ചതാ. ആ തുടർച്ച ഉറപ്പാക്കിയ സ്ഥലം തന്നെയാണ്. ഈ സ്ഥലത്തു നിന്ന് ഉണ്ടായി വന്ന ആളുകൾ അൺസ്കിൽഡ് ലേബർ ആയിട്ടിരിക്കുന്നവര് നോക്കിയാൽ മതി. ഇവിടുത്തെ സാനിറ്ററി വർക്കേഴ്സ്, മുനിസിപ്പാലിറ്റിക്കകത്തുള്ള പണിയിൽ നിങ്ങൾ എന്നെങ്കിലും ഒരു ബ്രാഹ്മണനെയോ ഒരു നായരെയോ കാണത്തില്ല. ഒരു ആപ്ലിക്കേഷനകത്ത് ഇല്ല. ജാതി അനുസരിച്ചിട്ടുള്ള പണി തന്നെയാണ്. ഇവിടെ സ്വീജ് വൃത്തിയാക്കത്തില്ലേ, ഇന്ത്യ മുഴുവനും ഉണ്ട്. ഇന്നും ജാതി അനുസരിച്ചിട്ടുള്ള ജോലിക്കാരാണ്. അല്ല വേറെ നിങ്ങൾ പറയുന്ന സാധനം ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യമല്ലാതെ ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത് പോയി എന്ന് പറയുന്നത് മനസ്സിലുള്ളതല്ല ജാതി. മനസ്സിലല്ല ജാതി, അത് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അംബേദ്കർ ഇതിനകത്ത് കുറെ പ്രൊവിഷൻസ് വെച്ച്. കാരണം താഴെ തട്ടിലാക്കി മാറ്റിയ മനുഷ്യരെ മേൽ ഒരുപോലെ ആക്കാൻ വേണ്ടി അവർക്ക് സംവരണം കൊടുക്കണമെന്ന് വെച്ചത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന പോയിന്റാണ്. ഇന്ന് നമ്മൾ ജാതി ഉണ്ടാകുന്നത് സംവരണം കൊണ്ടാണെന്ന് പറയുന്നവരാണ്. ഇത് സംവരണം കൊണ്ടാണ് ജാതി ഉണ്ടാകുന്നതെന്നാണ് ഇന്ന് പറയുന്നത്. അങ്ങനെയാണ് മണ്ഡൽ കമ്മീഷനെതിരായിട്ട് സമരമൊക്കെ ഉണ്ടായത്. അത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരു ക്ലാസ് റൂം നേരത്തെ പറഞ്ഞില്ലേ, തട്ട് സമൂഹത്തിൻ്റെതായ യുക്തികളിലുണ്ടായ ക്ലാസ് റൂമേ ഉള്ളു. അല്ലാതെ എല്ലാവരും ഒന്നിച്ചാക്കുന്ന ഇപ്പൊ കൊച്ചു കസേരയൊക്കെ കൊടുത്ത് എല്ലാവരും ഒന്നിച്ചിരുത്തുകയൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അത് ക്ലാസ് റൂമിനകത്ത് വീട്ടിനകത്തില്ലാതിരുന്ന തരംതിരിവ്, ലിംഗപരമായ തരംതിരിവ് പഠിപ്പിക്കുന്ന സ്ഥലം കൂടാണ് ക്ലാസ് റൂം. ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി വെക്കുക എന്ന് പറയുന്ന പണിയും കൂടെ ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ജാതീയമായ വിവേചനവും മതപരമായ വിവേചനവും ലിംഗപരമായ വിവേചനവും വളരെ സൂക്ഷ്മമായി വീവ് ചെയ്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയ സമൂഹത്തിനകത്താണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഇയാൾക്ക് ഒരു കല്യാണക്കുറി കിട്ടുന്നു, ഞങ്ങൾ വിവാഹിതരാകുന്നു എന്ന് പറയുന്ന ഒരു കല്യാണക്കുറി എപ്പോഴെങ്കിലും ഇയാൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയില്ല. ഞങ്ങൾ വിവാഹിതരാകുന്ന പറയുന്നത് ഞാൻ കണ്ടു, ഒരെണ്ണം കണ്ടത്. അപ്പൊ ഞാൻ എഴുതിയിട്ടുള്ള ഒരെണ്ണമുണ്ട്.
ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ 5% ബാക്കി നമ്മൾ ഈ പറയുന്ന 100 പേരുള്ളതിനകത്ത് 95 പേരും അമ്മയും അച്ഛനും നിശ്ചയിക്കുന്ന വിവാഹത്തിലുള്ളവരാണ്. അവരെന്താണ് നോക്കുന്നത്? അപ്പുറത്തിരിക്കുന്ന പെണ്ണോ ചെറുക്കനോ അവര് തമ്മിൽ ചേരുവോ എന്നാണോ പരിശോധിക്കുന്നത്? അത് പരിശോധിക്കുന്നേ ഇല്ല. ജാതി ഏതാന്ന് നോക്കും, മതം ഏതാന്ന് നോക്കും, നമ്മുടെ തരക്കാർ അതിന് പണക്കാരാണോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അകലം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാനുള്ള ദൂരം, ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. ഈ 2 മനുഷ്യർക്ക് വ്യക്തികളെന്ന് പറയുന്ന 2 പേര്, ആണും പെണ്ണിനും ഒരു ഇനിഷ്യേറ്റീവ് ഉള്ള ലോകമല്ല ഇത്. ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ രജിസ്റ്റർ കച്ചേരിയിൽ പോയി വിവാഹം കഴിക്കാന്ന് പറയുന്ന ന്യായം അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 100-നകത്ത് 5 ഉള്ളൂ. ആ 5 പേരും ഒന്നിച്ച് ജീവിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുന്നതിന് എല്ലാ പണിയും ചെയ്യുന്ന അമ്മയും അച്ഛന്മാരും കൂടെ ഉള്ള നാടാണ് നമ്മുടെ. അല്ലാതെ ഇവർക്ക് സ്പെഷ്യലായിട്ടുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിനകത്ത് മാറ്റം വന്നു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഓടി അവിടെ ഒരു തുണിയെടുത്ത് വിരിക്കുന്നത് പോലാണ് നമ്മുടെ ഭരണഘടന ഈ പറയുന്ന സകല എന്തെല്ലാം വിവേചനങ്ങൾ ഉണ്ടായിരുന്നോ ആ വിവേചനങ്ങളുടെ മുകളിൽ ഒരു തുണി വിരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ ഈ അന്യൂക്കലായിട്ട് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് നേരത്തെ അടിമയായിട്ട് വരുന്നവര് എങ്ങനെയാണ് ആയെന്നുള്ളത് പറയുന്നുണ്ട്. ആ പറയുന്നതിനകത്ത് ഈ ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യം അങ്ങ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ള അറിവും ലോകത്തില്ല, അതിനുള്ള റിസോഴ്സസ് ഇല്ല. ഇവിടെയാണ് ഭരണഘടനാപരമായി ഈ താഴ്ത്തട്ടിലുണ്ടായതായിട്ട് വെച്ചിരുന്ന മനുഷ്യർ, അവർ താഴിലുള്ളവരൊന്നും അല്ല, അവരെ അങ്ങനെ ആക്കിയതാണെന്ന് നമ്മൾ അറിയണം. ലോകത്തൊറ്റ മനുഷ്യകുലമേ ഉള്ളൂ, അവർ വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചതല്ല, ആക്കിയെടുത്തതാണെന്ന് അറിയേണ്ടതുണ്ട്. ആ ആക്കിയെടുത്ത ആൾക്കാർക്ക് സവിശേഷമായ പ്രൊട്ടക്ഷൻ കൊടുക്കാതെ, നേരത്തെ പറഞ്ഞ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനായിട്ടുള്ള അവകാശം കൊടുത്താൽ അവർക്ക് അത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അതേ കാരണമാണ്. ഇതിനാണ് അവർക്ക് സവിശേഷമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനാണ് സംവരണം എന്ന് പറയുന്നത്. ഈ സംവരണം കൊടുക്കുന്നത് ജാതി പുനരുൽപാദിപ്പിക്കുകയാണെന്ന് വയ്ക്കുന്ന ആർഗ്യുമെന്റ് ആണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത്. വേടൻ ഈ വിവേചനങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലായിടവും ഉണ്ട്, ഇത് ഒളിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയും. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയതാണ് ഈ ലക്ഷം വീട് കോളനി എന്ന് അറിയണം. തുല്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ കമ്മ്യൂണിസം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ലക്ഷം വീട് കോളനി ഉണ്ടാക്കും? കോളനി എന്നുള്ള വാക്കും മറക്കരുത്. എങ്ങനെ ഉണ്ടാക്കും? നായന്മാരും ഈഴവരും കൂടെ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നാട്ടിലുള്ളൂ. അത്ര അറിയണം. ആ നടത്തുന്ന അവര് പൗരരാണെന്നും ഞങ്ങളെല്ലാം തുല്യരാണെന്നും ഒക്കെ പറയുമ്പോഴേ എങ്ങനെയാണ് ഒരു വിഭാഗം, അടിസ്ഥാന വിഭാഗം എന്നൊക്കെ പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുമ്പം ആരും സ്ഥലം കൊടുത്തിട്ടില്ല. ഏറ്റവും മോശം എവിടെങ്കിലും ഒരു മൂലയിൽ ഒരു സ്ഥലം കൊടുത്തിട്ട് അവിടെ ഒരു കോളനി ഉണ്ടാക്കിയാണ് അവരെ വീടുള്ളവരാക്കിയത്. അല്ലാതെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ താമസിപ്പിക്കുന്നവരാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയാതെ പോയ ഒരു സമൂഹത്തിലാണ് നമ്മളിരിക്കുന്നത്. അതിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ ആശയങ്ങളും തുല്യതയാണ്, ഒരു സംശയം നോക്കില്ല. പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ വന്നത് ഇങ്ങനെ വരുന്നത്. ഇത് നിലനിന്നിരുന്ന ജാതി വിവേചനങ്ങളുള്ള തട്ട് സമൂഹത്തിന്റെ യുക്തികൾക്ക് അപ്പുറത്തോട്ട് നമ്മുടെ നാട്ടിൽ ഒരൊന്നും സംഭവിച്ചിട്ടില്ല. അതുണ്ടെന്ന് പറയുന്ന അംബേദ്കറും അതുണ്ടെന്ന് പാടിയ വേടനും ജാതി ഉണ്ടാക്കാനാണെന്ന് ഗാന്ധി പറയുന്ന പോലെയാണ് ഇപ്പൊ ഇയാൾ പറയുന്നത്. ഗാന്ധി കൃത്യമായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ ഒന്നും തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല, അവർ കേറ്റത്തില്ല. ഇയാൾ പോയിട്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഫ്രണ്ട് ആകാൻ ശ്രമിച്ച സമ്മതിക്കത്തില്ലടോ. ഇയാൾ ആരോട് പറയാണ്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇയാൾ ഈ വെജിറ്റേറിയനായ ആളിന് വീട് കൊടുക്കുന്ന നാടല്ലേ? അത് എഴുതി വെച്ചിട്ടുണ്ടോ? അത് എഴുതി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇയാൾ അവിടെ പോയിട്ട് ഫ്രണ്ട്ഷിപ്പിന് ഇയാള് 2 കൊഞ്ച് മേടിച്ചോണ്ട് പോകാൻ പറ്റുമോ? അപ്പൊ അത്രയും ഇയാളാ വീട്ടിൽ കയറിയാൽ ഇയാള് കൊഞ്ച് തിന്നാൻ പറ്റത്തില്ല. അത് തന്നെയാണ് പറയുന്നത്. അയാളുടെ വീടല്ലത്, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് ജാതി എന്ന് പറയുന്നത്.
അല്ല അതൊരു വ്യക്തിയുടെ ഒരു വിശ്വാസം, ഒരു വ്യക്തിയായിട്ട് ഒരു ബന്ധമല്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണെങ്കിൽ 40 പേരുടെ തലമുട്ട അടിച്ചത് വ്യക്തിയുടെ വിശ്വാസം കൊണ്ടാണ്. ഞാൻ പറയുന്നത് പുതിയ മര്യാദ, ഇതാണ് മര്യാദയില്ലാതെ. അവനവന് നിങ്ങളിപ്പോ എന്റെ കൂടെ ഇരിക്കാൻ, ഞാൻ നിങ്ങളെ എന്റെ കൂടെ ഇരുത്താനായിട്ട് എന്ത് ന്യായം കൊണ്ടാണ് നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്ത് ന്യായം കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? ഈ ന്യായമൊക്കെ നാട്ടിലെ ന്യായമാണെങ്കിൽ നിങ്ങൾ തറയിലിരിക്കാൻ ബാധ്യത വരും. കാരണം ഞാൻ ഇത്രയും പ്രായമായ ആളാണ്. പ്രായമായവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന നാടാണ്. നിങ്ങൾക്ക് ഈ അനുഭവജ്ഞാനങ്ങളില്ല. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ജനിച്ച വഴി കിട്ടിയിരിക്കുന്ന ധനം എന്ന് പറഞ്ഞ സാധനം, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നെന്ന് പറയുന്നത് കുറച്ചു പേർക്ക് ഈ ഇരിപ്പിന് മാത്രമേ ഇപ്പോഴുള്ളൂ, വീട്ടിൽ ഇപ്പോഴും കയറ്റത്തില്ല. വീട്ടിൽ കയറ്റാത്ത കുടുംബങ്ങളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വീട്ടില്, കേരളത്തിലെ ഏതെങ്കിലും വീട്ടില് അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന, അവരാണല്ലോ ഭക്ഷണം ഉണ്ടാക്കിയത്, നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറയുന്ന ഒരു വീട് നിങ്ങൾക്ക് കാണിക്കാവോ? നിങ്ങൾ അമേരിക്കയില് എന്താണ് ആഫ്രിക്കയിലും വെള്ളക്കാരും കറുത്തവരെന്ന് പറഞ്ഞ പേരെഴുതി വെച്ച പൈപ്പുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇതെല്ലാം പറയും. ഈ പറയുന്നത് വീടിന്റെ പുറകിൽ കൂടെ വന്ന് ജോലി ചെയ്ത് അവരുപയോഗിക്കുന്ന പാത്രവും അവരുപയോഗിക്കുന്ന കക്കൂസും അവരുപയോഗിക്കുന്ന സാധനം നിലനിർത്തുന്ന വീടല്ലാതെ ആധുനിക വീട്. ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് ഹൗസിനകത്ത് മെയ്ഡ്സ് കയറി വരാനായിട്ട് വേറെ വഴിയിട്ടിരിക്കുന്ന നാടല്ലേ ഇത്? അങ്ങനെ അല്ലാത്ത വീട് ഇയാളെന്ന് കാണിച്ചു താടൂ. അപ്പൊ പിന്നെ എന്തിനാണോ ഇതൊക്കെ എന്നോട് പറയുന്നത്? അല്ല ഇപ്പൊ പഴയ കാലമോ? പുതിയ ഒരു വീട് കാണിച്ചാൽ മതി. പുറവശത്ത്, വീടിന് പുറവശത്ത് നീ അങ്ങ് അകത്ത് കയറിപ്പോ എന്ന് പറഞ്ഞു തരുന്ന, സ്ത്രീ പുരുഷ ബന്ധം നിലനിർത്തിയിരുന്ന സമൂഹത്തിനകത്തെ വീടാണ് ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. എവിടെ ഒരിടത്ത് പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ. തന്റെ വീട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ ഒപ്പം ഇരിക്കുന്ന, സ്വന്തം ഭാര്യയുടെ ഒപ്പം ഇരിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. അത് ഞാൻ ചോദിക്കാതിരിക്കുന്നത് എനിക്ക് അങ്ങനെ അല്ലെന്ന് അറിയുന്നുണ്ട്. ഇയാൾ വ്യക്തിപരമായി നിങ്ങളെ കോർണർ ചെയ്യുന്നതല്ല. ഇവിടെ ഉണ്ടാക്കുന്ന വീടുകൾ, ഇന്നലെ ഉണ്ടാക്കിയ വീടിനെ പറ്റി ഞാൻ പറയുന്നത്, വർക്ക് ഏരിയ പുറകിലായിരിക്കും, പുറകിൽ കൂടെ ആളെ കയറ്റും. ഈ രണ്ടുപേര് നിങ്ങൾ ഗാന്ധി സ്വന്തമായിട്ട് ഈ അധസ്ഥിത വിഭാഗത്തിന് ഒരു ഇലക്ടറേറ്റ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്ന അംബേദ്കർ ഉണ്ട്. അയാൾ ഈ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കകത്ത് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ ഒരു മാറ്റവും വരാതെ ഈ കോളനികളിൽ പോകും എന്നറിഞ്ഞുകൊണ്ടാണ്, അതിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് അധസ്ഥിത വിഭാഗത്തിന്, ദളിത് വിഭാഗത്തിന് ഇലക്ടറേറ്റ് ഉണ്ടാക്കണം, അവരുടെ റെപ്രസെന്റേഷൻ ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ച സമയത്ത് അത് സമൂഹത്തിനെ വിഭജിക്കും, ജാതിക്ക് വിരുദ്ധമായിട്ടുള്ള പണിയാണ് ഈ ചെയ്യുന്നത്, ഇത് നിങ്ങൾ ചെയ്തുകൂടാ, നമ്മൾ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഗാന്ധി പട്ടിണി കിടന്നാണ് പൂനെ പാക്ട് ഉണ്ടാക്കിയത്. തകർത്ത് കളഞ്ഞതാണ്. അതാണ് ഈ കോളനിയിൽ തുടരും ആൾക്കാര്. മറ്റേതെങ്ങനെയല്ല, റെപ്രസെന്റേഷൻ ഉറപ്പാക്കിയാണ്. അന്ന് ആ ഭരണഘടനയ്ക്കകത്ത് സവിശേഷമായ സംവരണ കാര്യങ്ങൾ വെച്ചത് പോലും ഇന്നും നടത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് റെപ്രസെന്റേഷൻ ഉറപ്പാക്കണമെന്ന് പറയുന്നത്, ഇയാൾ അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ജാതി സമൂഹം നിലനിൽക്കുകയാണ്. ഏറ്റവും ദരിദ്ര വിഭാഗമായിട്ട് നിൽക്കുന്ന, താഴെ തട്ടിലാക്കി വെച്ചിരിക്കുന്ന വിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻ പാർലമെന്റിൽ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അവര് തന്നെ നേരിട്ട് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണം. ജനറൽ കാറ്റഗറി നിർത്തിയാൽ ഒരിക്കലും അവർക്ക് ആരും വോട്ട് കൊടുക്കത്തില്ല എന്ന് അറിയുന്നത് വേണ്ടതുകൊണ്ട് അത് ചെയ്യാനായിട്ട് അംബേദ്കർ പരമാവധി പാടുപെട്ടതാണ്. ആ റെപ്രസെന്റേഷൻ ഉറപ്പാക്കുന്ന, അത് പറ്റത്തില്ല, ഹിന്ദുക്കളുടേത് മുഴുവൻ ജനറലായിട്ട് നിർത്തണമെന്ന് ഗാന്ധി പട്ടിണി കിടന്നാണ് അത് ചെയ്തെടുത്തത്. ആ ചെയ്തെടുത്തത് കാരണം കൊണ്ട് റെപ്രസെന്റേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആകെപ്പെടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒരു KR നാരായണൻ, ഒരു മുർമു ഒക്കെ അവിടെ പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും എന്നുള്ളതല്ലാതെ ആ ജനവിഭാഗത്തിന്റെ റെപ്രസെന്റേഷൻ ഒരിക്കലും ഉറപ്പാക്കാൻ കഴിയാതെ പോയി. അംബേദ്കറെ BBC-യിലൊരു ഇതുണ്ട്, അവസാനത്തെ അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ട്, ഇന്ത്യയിൽ ജനാധിപത്യം വർക്ക് ചെയ്യത്തേയില്ല,
അല്ല അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ അന്തം വിട്ടു പോകും. ഇത്രയും ഭരണഘടനയും സകല സാധനം എഴുതിയ ആള് ഇങ്ങനെ പറയും. കാരണം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത്. അതെങ്ങനെയാണെന്ന് ചോദിക്കുക. എങ്ങനെയാണ് ഇത് നിലനിർത്തുന്നത്, ഈ സിസ്റ്റം നിലനിർത്തുന്നതെന്ന് പറയുന്നത്? ജനറലായിട്ട് എല്ലാവരും ന്യായമായി ചെയ്യുന്നു എന്ന് വരുത്തുന്നത് നമ്മളൊരു ക്വിസ് വയ്ക്കാം. ക്വിസ് വെച്ചിട്ട് നമ്മൾ അട്ടപ്പാടിയിലുള്ള കുട്ടികൾ, ഇവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റികളിൽ ഉള്ള കുട്ടികൾ, ഗ്രാമങ്ങളിൽ വളരുന്ന കുട്ടികളെ, ഇങ്ങനെ തന്നെ ഈ വാക്ക് ഞാൻ അങ്ങനെ ഗ്രാമങ്ങളിൽ വളരുന്ന ആരാണെന്ന് പോലും ചോദിക്കാതെ കുട്ടികളെന്നാണ് ഞാൻ പറയുന്നത്. നഗരങ്ങളിൽ വളരുന്ന കുട്ടികൾ, ഇത്രയും പേരെയും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരുടെ IQ പരിശോധിക്കാമെന്ന് തീരുമാനിക്കും. എന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു? റോക്കറ്റ് ആദ്യം ആര് കണ്ടുപിടിച്ചു? ആരുത്തരം പറയും? നഗരത്തിലുള്ളവർ ഉത്തരം പറയും, ഗ്രാമത്തിലുള്ളവരും കൂടെ ഉത്തരം പറയത്തില്ല. പിന്നെ മറ്റേ രണ്ടെണ്ണം തീരെ പറയത്തില്ല. 50 ചോദ്യം നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. എല്ലാം ജനറൽ ചോദ്യങ്ങളാണ്. പണ്ടേ അത് പറയും, മീനിനോട് മരത്തെ കയറാൻ അറിയാവോ എന്ന് ചോദിക്കുകയും കുരങ്ങനോട് നീന്താൻ അറിയാവോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് പോലുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളിനകത്ത് വളരെ എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്ന ചോദ്യം പോലെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ അവർക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അവരെല്ലാവരും ബുദ്ധിയില്ലാത്തവരാണെന്ന് കാണിക്കാൻ ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് പറ്റും. അട്ടപ്പാടിയിൽ നിന്ന് വന്ന ആദിവാസികളും ദളിതരായിരിക്കുന്നവരും ഗ്രാമത്തിൽ വളർന്നവരും ഒരുപോലെ ഈ ചോദ്യത്തിന് ഉത്തരം പറയത്തില്ല. ജനറൽ ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് എല്ലാവർക്കും കാണാവുന്ന സാധനമാണ്. അടുത്ത ഈ ചോദ്യത്തിനകത്ത് തന്നെ ചോദ്യം ഇങ്ങനെയാണെന്ന് വെച്ചോ, ജനറൽ ചോദ്യം, തേൻ എവിടുന്ന് എടുക്കാം? ആരുത്തരം പറയും? അപ്പൊ ആദിവാസികളും ഉത്തരം പറയും. അവർക്ക് അറിയുന്ന കാര്യം ഇതാണ് പരീക്ഷ എന്ന് പറയുന്ന ലോകം നിൽക്കുന്ന സ്ഥലം. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ അല്ല, അത് ഇയാളെ ഇതിൽ പ്രോസസ്സായി ഞാൻ ഈ പറയുന്നേ. ഈ കഴിഞ്ഞ 75 വർഷമായിട്ട് ചന്ദ്രനിൽ പോകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ് ഈ ക്ലാസ് റൂമുകളിൽ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ ദളിത് വിഭാഗത്തിൽ പെട്ടുന്ന ആൾക്കാരായിരിക്കുന്ന ആൾക്കാർ, അതിനു താഴോട്ടുള്ള ആൾക്കാർ, ദാരിദ്ര്യം നിലനിർത്തിയിരുന്ന ആൾക്കാരുടെ ഇടയിൽ അവർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഒക്കത്തില്ല. എൻട്രൻസ് എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഓരോ സ്ഥലങ്ങളിൽ ഇത് ചെയ്യും. നിങ്ങളിത് ഈ നഴ്സറി ക്ലാസ്സിൽ എൻട്രൻസ് ഇല്ലേ, ഉണ്ട്. അവരെവിടുന്ന് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതും? നമ്മൾ വെറുതെ നോക്കിയാൽ മതി. അട്ടപ്പാടിയിലെ കുട്ടികളും ദളിത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കുട്ടികൾ ഈ പറയുന്ന ഗ്രാമത്തിൽ കഴിയുന്നവരോടും ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരുടെ എല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് തെളിയിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ നിലനിൽക്കുന്ന വളരെ എന്താ പറയണ്ടേ, എല്ലാവർക്കും ഉള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും കാണാൻ പറ്റും. ചന്ദ്രനിൽ പോകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വളരെ ജനറലായ ചോദ്യമല്ലയോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇതാണ് IAS എന്ന് പറയുന്നത്, IPS എന്ന് പറയുന്നതും ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് മുഴുവനും ഏത് വിഭാഗം ഇതിന് ഉത്തരം പറയുമെന്ന് അറിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ ന്യായമായ ചോദ്യമായിട്ട് നമുക്ക് തോന്നും. ഇയാളുടെ വീട്ടിൽ ജനിച്ചു വളർന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലെ അമ്മയും അച്ഛനും അധ്വാനിക്കുന്ന വീട്ടിലെ കുട്ടികളെ നോക്കാൻ ആരും ഇല്ലാതിരിക്കുന്ന വീട്ടിൽ വളർന്നവരാണ് ഈ ദരിദ്രരായ ആൾക്കാർ. അവരുടെ വീട്ടിനകത്ത് ഒരൊറ്റ പുസ്തകം പോലും കാണത്തില്ല. ഈ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കേണ്ട, അവർക്ക് ബുദ്ധിയില്ലാത്തതല്ല, അവരുടെ പരിചിതമായ ലോകത്തെ ബുദ്ധിയെ പറ്റിയുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. മീനോട് മരത്തെ കയറാൻ പറ്റുമെന്ന് ചോദിക്കരുത്. IQ ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനല്ല. ലോകത്തെ സകല IQ ടെസ്റ്റുകളും എങ്ങനെയാണ് ആളുകളെ ഒഴിവാക്കാൻ പറ്റുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ബുദ്ധിയില്ലാത്ത ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഈ പൊതുവായ എന്ന് പറഞ്ഞാൽ നഗരത്തിലിരിക്കുന്നവർക്ക് അറിയുന്ന ചോദ്യങ്ങൾ ആണ് ബുദ്ധിപരമായ ചോദ്യം എന്ന് തോന്നും. അങ്ങനെയല്ല. അവരുടെ മുന്നിലെ കൊടുക്കുന്ന ചോദ്യം ഈ ആളിന് ഈ ഉത്തരം പറയാൻ പറ്റില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ചോദിക്കും. ഇങ്ങനെ ചെയ്ത് നിലനിൽക്കുന്ന സകല വിവേചനങ്ങളെയും തുടർന്ന് ഉറപ്പാക്കിയ സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇന്നും തനിക്ക് നായർ മാട്രിമോണിയും ഈഴവ മാട്രിമോണിയും ബ്രാഹ്മണ മാട്രിമോണിയും ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞാൽ ഗ്രാമത്തിന്റെ ഒരു പ്രദേശത്ത് മറ്റുള്ളവർക്ക് താമസിക്കാനേ പറ്റത്തില്ല. നിങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി നോക്കിയാൽ മതി, ഇവിടുത്തെ കോടതികളിൽ നോക്കിയാൽ മതി, IAS പറ്റി നോക്കിയാൽ മതി. 99% പേരും
ബ്രിട്ടീഷുകാരുടെ കാലത്തിരുന്നവരുടെ മക്കളുടെ സ്ഥലങ്ങൾ അതല്ല. 400 കുടുംബമുണ്ട് ഇന്ത്യയിലെ ജഡ്ജിമാരാകുന്നു. തമാശക്ക് ഇടയ്ക്ക് പറയുന്നതാണ്, അമ്മാവൻ ജഡ്ജി അല്ലാത്ത ഒരു ജഡ്ജിയും ലോകത്തില്ല, ഇന്ത്യയിലില്ല. 10% നേരത്തെ പറഞ്ഞ സംവരണം വെച്ചിട്ട് നിർബന്ധമാക്കി വെച്ച സ്ഥലത്ത് ഉള്ള 10 പേരാ, 90 പേരും അമ്മാവന്മാരുടെ മക്കള് അനന്തരവന്മാരാണ് ജഡ്ജിമാരാകുന്നത്. കുടുംബപരമായി ജാതീയമായി വിഭജിക്കപ്പെട്ട സമൂഹത്തിനെ തൊട്ടിട്ടില്ല ഭരണഘടന. ഇത് നമ്മളറിയണം. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പണികളുണ്ട്. അത് തൊട്ടിട്ടില്ല ഇതുവരെ. അത് തൊടാനായിട്ട് ശ്രമിച്ചതാണ് മണ്ഡൽ കമ്മീഷൻ. അന്ന് അവര് തീ കത്തി ആത്മഹത്യ ചെയ്ത് അത് നിർത്തി. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഇപ്പൊ പോലും ഈ ഇവിടുത്തെ ദേവസ്വം ബോർഡിനകത്തെ ആൾക്കാരുടെ ഇതെടുത്താൽ മതി. പൂജയ്ക്ക് എന്തുകൊണ്ടാണ് പഠിച്ച ആളിന് പൂജിക്കാൻ പറ്റുന്നത്? കർമ്മം കൊണ്ടാണ് പഠിച്ചവരാണ്. ജനിച്ചല്ല ഒരാൾ ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണെന്നുള്ള സിദ്ധാന്തം പറയുമ്പോൾ പറയും. പക്ഷെ എവിടെങ്കിലും നിങ്ങൾക്ക് കർമ്മം കൊണ്ട് ബ്രാഹ്മണനായ ആളിന് ജോലി പൂജയ്ക്ക് എടുക്കുമോ? നമ്മുടെ നാട്ടിലല്ല മൂടമാണിക്യം കണ്ടായിരുന്നു. ഇതിങ്ങനെ ജാതി മനസ്സിലുള്ള മനോഭാവമല്ല, അത് യാഥാർത്ഥ്യമാണ്, സാമൂഹ്യ യാഥാർത്ഥ്യം. ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തിനെ മാറ്റാനുള്ള പണിയെടുക്കും. അവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ആള് ജാതി ഉണ്ടാക്കുന്ന ആളാണെന്ന് പറയുന്നത് സംവരണം കൊണ്ടാണ് ജാതി ഉണ്ടാക്കുന്നത്. ഈ സംവരണ വിരുദ്ധത പറയുന്നത് നമ്മളിതറിയണം. അല്ലാതെ വേടം പറയുമ്പോഴല്ല ഇതല്ലാണ്ട്, വേടം അത് അനുഭവിച്ചതുകൊണ്ടാണ്. അയാൾ പാട്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് TS ശ്യാംകുമാർ പറയുന്നുണ്ട്, സണ്ണി കവിക്കാർ പറയുന്നുണ്ട്, ഇവരെല്ലാം പറയുന്നുണ്ട്. അനുഭവിച്ച് വളരുന്ന സമയത്ത് ഇയാള് ഒരു മടിയെന്ന് നോക്കില്ല. അത് അവരുടെ അവകാശമായിട്ട് ഇയാൾ കാണുന്നു. ഒരു എന്തവകാശം? വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താ വെജിറ്റേറിയൻ ഭരണം എന്ന് എഴുതി വയ്ക്കുന്നത് അവകാശമായിട്ട് ഇയാൾ കാണുന്നതുകൊണ്ട. ഈ റോഡിനകത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിന് ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് അവരുടെ വർത്തിക്കണം. ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. എനിക്ക് പോകണമെന്ന് പറയുന്നിടത്ത് പോയില്ലെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാനുള്ള അവകാശം നമുക്കത് ചെയ്യാറില്ലെന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് ഓടാൻ പറ്റുന്നില്ല എന്ന് അവർ പറയുമ്പോൾ നമ്മൾ അനുസരിച്ച് പോകുന്നത് നമ്മുടെ ശീലം കൊണ്ടല്ല. അങ്ങനെ ഒരാൾ പറയാൻ അവകാശം. ഒരു ഓട്ടോറിക്ഷക്കാരനും ഒരു ടാക്സിക്കാരനും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓടുന്നിടത്തേക്ക് പോകാനുള്ള നിയമപരമായ ശിക്ഷയുണ്ട്. പക്ഷെ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വെജിറ്റേറിയനെ കൊടുക്കുന്നത് എഴുതി വയ്ക്കാൻ പറ്റില്ല. പബ്ലിക് ആയിട്ട് എഴുതി വയ്ക്കുന്ന സാധനമാണ്. ടാക്സ് വേറെയാണ്. റിസോർട്ടുകളിൽ എഴുതി വെക്കാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന ആളാണ്. ഇയാൾ ഈ പറയുന്ന ഒരു സാധനവും വർക്ക് ചെയ്തിട്ടില്ല. ഇലക്ഷന്റെ കാര്യം വരുമ്പോഴും ഓരോ ഏതാണോ മെജോറിറ്റി അവരുടെ ജാതിയോ മതവും നോക്കി ഈ പറയുന്ന എല്ലാ പാർട്ടിക്കാരും നിർത്തുന്നത്. പാർട്ടിക്കാർ നിർത്തുന്നത് എങ്ങനെയാണ്? അങ്ങനെ തന്നെ നിൽക്കുന്ന സമൂഹമായതുകൊണ്ടാണ്. അവിടെ വേറെ ആരും വോട്ട് കൊടുക്കത്തില്ല. ഇയാൾ വിചാരിക്കുന്നുണ്ടോ താൻ എന്നെ കൊണ്ട് ഈ കേരളത്തിന്റെ എല്ലാ മൂലയിലും എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ നിർത്തിയിട്ട് ജീവിച്ചു കാണിക്കാൻ ഞാൻ കേസായിട്ടില്ല? പറ്റത്തില്ല. അത് തന്നെയാണ്. അതുകൊണ്ട് മാറിയിട്ടില്ലെന്ന് അറിയാം. അല്ലാതെ രാഷ്ട്രീയക്കാരും മോശമായതുകൊണ്ടല്ല. ഒരു വോട്ടിന് ജയിക്കണമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാറ്റം ഇവിടെ പുരോഗമനം പറയുന്ന പുരോഗമനം പറയുന്നത് കൊണ്ടല്ല. എന്തുകൊണ്ട് ധൈര്യത്തോടു കൂടി പുരോഗമനം പറയുന്നത് ഈ ജാതിക്കാരാണ്. ഈ പറയുന്ന മേൽജാതിയാണ് ഈ പുരോഗമനം പറയുന്നത്. അവര് നിന്നാ ജയിക്കത്തില്ല. അത്രയേ ഉള്ളൂ. ഇലക്ഷന് ജയിക്കേണ്ടതുണ്ട്. അത് ഭരണഘടനാപരമായി നിൽക്കുന്ന ഒരു പ്രശ്നം. ഭരണഘടന കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇലക്ഷൻ ഉണ്ടാകത്തില്ല. അതാത് ജാതി വിഭാഗങ്ങൾ, അതാത് മതവിഭാഗങ്ങളുടെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയാൽ ജയിക്കത്തുള്ള തിരിച്ചറിവുണ്ടായ കാര്യം. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അവരെല്ലാവരും നിർത്തുന്ന ജയിച്ചു. ഇയാൾ പറയുന്നതാണെങ്കിൽ നല്ല ആളില്ല. എന്നെ നിങ്ങൾ ഈ കേരളത്തിനകത്ത് 144 കോൺസ്റ്റിറ്റ്യൂൻസിൽ നിർത്തിയിട്ട് 1000 വോട്ട് മേടിച്ചു തരാൻ ഞാൻ സമ്മതിക്കും. ഞാൻ സ്വതന്ത്രനായിട്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടിയെ വേണ്ടെന്ന് വെക്കും. യോഗ്യനാണെന്നാണല്ലോ നിങ്ങളിപ്പോ എന്നെ വിളിച്ച് ഇവിടുത്തെ ഈ സാധനം. ഇയാളെ യോഗ്യനാണെന്നാണല്ലോ വെപ്പ്. ഇയാൾക്ക് എനിക്ക് 1000 മേടിച്ചു തരാൻ ഞാൻ കേസ്. അനങ്ങിയിട്ടില്ലടോ ഇന്ത്യയിലോ. ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഭരണഘടന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
അഴുക്ക് ജാലിന്റെ മുകളിൽ വിരിച്ച കമ്പളം മാത്രം, ഒരു തുണി മാത്രം, അല്ലാതെ ഇതിനകത്ത് അനങ്ങിയിട്ടില്ല. അവിടെ വിവേചനം നിൽക്കൊണ്ടെന്ന് പാടുന്ന വേടനല്ല ജാതി ഉണ്ടാക്കുന്നത്. ഈഴവ മാട്രിമോണിയൽ, നായർ മാട്രിമോണിയൽ എന്ന് പേരിട്ട് മാട്രിമോണിയൽ നടത്തുന്നതും ഇവിടുത്തെ സകല സ്ഥലത്തും ഇത്തരത്തിലുള്ള വിവേചനപരമായി ദിവസവും അത് വിവേചനമാണെന്ന് പോലും അറിഞ്ഞുകൊണ്ടാണ്. ഞാൻ നേരത്തെ വീടുകളെ പറഞ്ഞില്ലേ, പുറകെ കൂടെ ജോലി ചെയ്യുന്നവർ കയറി വരാൻ വഴിയിടുന്ന പുതിയ വീടുകളാണ്. പണ്ടത്തെ വീട് അങ്ങനെ ഉണ്ടാക്കിപ്പോയെന്ന് നമുക്ക് വിചാരിക്കാം. വർക്ക് ഏരിയയും ജോലി പുറയിൽ തന്നെ ഉണ്ടാക്കുന്ന വീടുകളിലുണ്ട്. നീ അങ്ങ് അകത്ത് കയറിപ്പോ എന്ന് പണ്ട് പറഞ്ഞിരുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞിരുന്ന അങ്ങനെ ജാതി മത ലിംഗ വിവേചനം ഉറപ്പിച്ച സമൂഹമാണ്. ഒരു പുല്ലും നടന്നിട്ടില്ല. ആകെ നടന്നത് പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കിയാൽ മതി. പബ്ലിക് ടോയ്ലറ്റ് ദരിദ്രവാസികളെ ഇപ്പോൾ ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം മുറിക്കാതെ ഈ ഹോട്ടലുകളുടെ മുറികളിൽ പോകും. രണ്ട് സാധനത്തിനകത്താണ് നിങ്ങൾ ജാതി ഇല്ലാതെ അനുഭവിക്കുന്നത്. അതിനകത്ത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് ബസ്സും ട്രെയിനുമാണ്. ട്രെയിനകത്ത് തന്നെ 3-4 കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടുകളുടെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഒക്കെ. ബസ്സിനകത്ത് പണി പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ആകെ ജനാധിപത്യപരമായി യാത്ര ചെയ്യുന്ന ജാതിയും അതും ഇല്ലെന്ന് തോന്നുന്ന ഏക ഇടവാണ്. നാരായണഗുരു ക്ഷേത്രത്തിന് മുമ്പില് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സൗകര്യം സോദരത്തനമായിരുന്ന മാതൃകാ സ്ഥാനമാണെന്ന് എഴുതി വെച്ചാൽ അവിടെ എല്ലാവരും പോകും. ഓർത്തില്ല, ക്ഷേത്രമാണ്. എന്നാൽ ക്ഷേത്രത്തിനകത്തെ ദൈവത്തെ വിശ്വസിക്കുന്നത് മാത്രമേ അവിടെ പോകുള്ളൂ. അല്ലാതെ അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അസ്ഥാനത്ത് എഴുതി വെച്ച ഒരു പേപ്പറാണ്. അസ്ഥാനത്ത് വെച്ചത് നാരായണഗുരു അതിനുശേഷം ക്ഷേത്രം ഉണ്ടാക്കരുത് പിന്നീട് പറയുന്നുണ്ട്. അത് അദ്ദേഹം അത് ജീവിതത്തിൽ പഠിച്ചു പറ്റും. അപ്പോഴാണ് പറയുന്നത് ഇനി തൊട്ട് വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയാൽ മതി, ക്ഷേത്രങ്ങൾ ആളുകൾക്ക് വൃത്തി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് എഴുതി ഉണ്ടാക്കി വെച്ച 100 ചില്ലാനം ക്ഷേത്രമുണ്ട്. അവിടെ മുഴുവനും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാതെ എഴുതി വെക്കുന്ന ബോർഡ് ജഗന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഈ സാധനം അനങ്ങിയതില്ല. അതോ ആണെന്ന് പറയുന്ന വേടൻ ജാതി ഉണ്ടാക്കുന്നത് എന്നോട് പറയുന്നത്. അയാൾ ഇത് ഓർമ്മിപ്പിക്കുന്നത് അയാൾ പറയുന്നത് ശരിയാണ്. അയാൾ ഓർമ്മിപ്പിച്ചിട്ട് വരുന്ന എന്തുകൊണ്ടാ? അനുഭവിക്കുന്നുണ്ടാ. താൻ അനുഭവിക്കാതെ താൻ അടിമയായോണ്ടാ അത് പറയാത്തത്. തനിക്ക് ഇതെല്ലാം ഈ വിവേചന മേളിലുള്ളവനെ തനിക്ക് കല്യാണം കഴിക്കാൻ മേളിലുള്ളവരോട് SC ST-യുടെ കല്യാണം കഴിക്കത്തില്ലെന്നാണല്ലോ ഈ മാട്രിമോണിയലിനകത്ത്. എന്ന് പറഞ്ഞാൽ ആരെയും ഞങ്ങൾ കല്യാണം കഴിക്കും, SC ST ഒഴികെ. ഈ പരസ്യമുള്ള നാട്ടിൽ നിന്നാണ് അയാൾ ഇത് പറയുന്നേ. ആരോട് പറയുന്നത്? വേടനാണെന്ന് അയാൾ ഡയഗ്നോസ് ചെയ്തത്. ഒരു വ്യത്യാസവും ഈ 2000-ന് ശേഷം ഉണ്ടെന്ന വ്യത്യാസം എന്നൊക്കെ പറയാൻ പറയുന്നത് വലിയ നഗരങ്ങളിലെ ആളുകൾ ഐഡന്റിറ്റി തിരിച്ചറിയാൻ പറ്റാതെ നഗരം ഉണ്ടാകുന്നുണ്ട്. നേരെ പറഞ്ഞ ബസ് ഉണ്ടാകുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത്. നഗരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാളുകളുടെ മുഖർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇയാൾക്ക് അറിയില്ല, ജാട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ട് അവരെ പേര് ഇയാള് അതിന് ചെയ്യുന്ന എങ്ങനെയാണ്, വിവേചനം ചെയ്യുന്ന എങ്ങനെയാണ്? വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന മുഴുവൻ പേരും ബംഗാളികൾ വിളിച്ചിട്ടൊക്കെ ഈ മലയാളികൾ വിളിക്കുന്നത് ആ വിവേചനമാണ്. അല്ലാതെ അവൻ ജാർഖണ്ഡുകാരനാണോ ഒറീസക്കാരനാണോ അവനെ മേൽത്തട്ടിലാണോ വീട് ഒന്നും നമ്മൾ ചെയ്യും. നിങ്ങൾ വിവേചനം അപ്പോഴും ചെയ്യും. ബംഗാളിൽ വിളിച്ച് വിവേചനം ചെയ്യും. ഈ വിവേചനം പഠിച്ചത് തന്നെ ഉള്ളൂ, ഒരു വ്യത്യാസമില്ല. തല കുത്തി ഒഴിച്ചു വെച്ചിരിക്കുന്ന അതേ വിവേചനം തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ബംഗാളി മദ്രാസി വടക്കേന്ത്യക്കാരൻ മദ്രാസികളെന്ന് വിളിച്ചിട്ടുണ്ട്. ഈ മലയാളികൾ ബംഗാളി എന്ന് വിളിക്കുന്നത് അവരിലുള്ള ഒരു വ്യത്യാസവും നിങ്ങൾ എടുക്കുന്നില്ല. അവരെ വിവേചനം കള്ളം പറയും. ഒരെണ്ണ പോലും ഇല്ലെന്നേ. കാരണം അത് പൊളിച്ചു പോയത് നിങ്ങൾ പറയാതെ. ഇവിടുത്തെ ഞാൻ നടത്തിയിട്ടുള്ള അത്രയും വിവാദങ്ങൾ ഈ കേരളത്തിൽ ഒരാളും ചെയ്തിട്ടുണ്ടാക്കില്ലെന്നേ പറയുന്നത്. ഇതൊക്കെ എനിക്ക് അറിയുന്ന ആളാണ്. അതൊന്നും എന്നോട് പറഞ്ഞു. ഒരു 2 പേര് തമ്മിൽ ഇഷ്ടത്തോടെ വിവാഹം കഴിച്ചിട്ടുണ്ടോ അത് പൊളിച്ചു വരുന്ന വീടുകളേ ഉള്ളൂ. സകല പാലവും മരിക്കും.
രണ്ടുപേര് തമ്മിൽ ജീവിക്കാനായിട്ട് പറ്റാതാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സകല റിസർച്ചും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത്? അവർ വോട്ട് പോകുന്നതാണ്. രാഷ്ട്രീയ പാർട്ടിക്കാർ പഠിച്ചതാണ്. അവര് സ്വതന്ത്രരായ ആൾക്കാരെയൊക്കെ എല്ലാവരും നിർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എല്ലാരെയും നിർത്തിയിട്ടുണ്ട്. ജയിക്കാതെ വന്നപ്പോഴാണ് ആരെ നിർത്തിയാ ജയിക്കുക തന്നെ. കാരണം ഒരു ആൾ ജയിക്കാതെ നിങ്ങൾക്ക് കഥയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞങ്ങൾ നല്ല ആളുകളാണ്, നല്ല ആളുകളായ മ്യൂസിക് കേൾക്കാം, വേറെ ഒന്നിനും കൊള്ളാം. അല്ല, നാട്ടിനകത്ത് ഈ പറയുന്നത് എന്തെങ്കിലും ചെയ്യാനായിട്ട് ജയിക്കണം, എങ്ങനെങ്കിലും ജയിക്കണം എന്ന് അറിയുന്നവര് തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അവര് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ അവരുടെ ആകാശത്തുനിന്ന് വീണവരാണ്. നിങ്ങൾ പറയുന്ന ഈ ജാതി നിലനിർത്തുന്നവർ തന്നെ രാഷ്ട്രീയ പാർട്ടി, നായന്മാരുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഈഴവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഈഴവരുടെ കോൺഗ്രസ് പാർട്ടിയാണ്, നായന്മാരുടെ കോൺഗ്രസ് പാർട്ടിയാണ് ഉള്ളത്. അല്ലാതെ രാഷ്ട്രീയക്കാർ വേറെ എങ്ങാണ്ട് ഇറക്കുമതി ചെയ്തിട്ടല്ലേ? എന്തൊരു പദത്തിലാണ്? ഒരു കാര്യമില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോടതിയില്ല, ഒരു കോടതിയില്ല. കോടതിക്കകത്ത് ഈ ജഡ്ജിയൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഉടുപ്പിടിയിക്കാനാണ്. യൂറോപ്പിൽ നടക്കുന്നത് ഏതുപോലാണ്? യൂറോണർ എന്ന് പറഞ്ഞാൽ കാഴ്ചയായിട്ട് നിങ്ങൾ കേസ് ചെയ്യും. മിസ്റ്റർ ജഡ്ജ് എന്ന് പറഞ്ഞാൽ അപ്പത്തീരും ആ തീരും. ഇങ്ങനെ ഇരിക്കുന്ന ഹെറാർക്കിക്കലായിട്ടുള്ള മേല് കീഴുണ്ടാക്കി വെച്ചിരിക്കുന്ന കോടതിയും പട്ടാളവും പോലീസും അഡ്മിനിസ്ട്രേഷനും നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ജനാധിപത്യം വന്നെന്ന അല്ലെങ്കിൽ എന്ത് തരത്തിലെ തുല്യത വന്നെന്ന ജാതി പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ കള പറയുന്നല്ല, തിരിച്ചറിയില്ല. അത്രയാണ് അത് അനുഭവിച്ച് വളരുന്നവൻ ഈ പറയുന്ന ഇരട്ടത്താപ്പ് പറയുമ്പം പറയുന്നവനാണ് ഈ രാജ്യം ഉണ്ടാക്കിയത്. പറയുന്നതായി പറഞ്ഞിരിക്കുന്നത് ഇയാൾ അനുഭവിച്ചിട്ടുള്ളത് ഇയാൾക്ക് തിരിച്ചറിഞ്ഞുവിടാത്തോണ്ടാണ്. പറയാതെ ഇയാൾ പോയിട്ട് ഞാനൊരു പൗരനാണ്, എനിക്ക് ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാൻ പറ്റത്തില്ലേ? നിയമപരമായിട്ട് പറ്റുമല്ലോ, പോയി കാണിച്ചാൽ മതി. ബംഗാളി ഇവിടെ ബംഗാളി ആയില്ലേ? അവര് കിടക്കുന്ന എവിടെയാണ്? നിങ്ങളുടെ കൂടെ നിങ്ങൾ ബംഗാളികളെ ഉണ്ടാക്കിയ മലയാളികളല്ലേ ഇരിക്കുന്നേ? വിവേചനം. ഞാൻ നാട്ടിലൊരു മോട്ടം നടത്തി ആദ്യം ബംഗാളിയെ വിളിക്കും. അവരുടെ കൾച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? മനുഷ്യന്റെ കൾച്ചർ അല്ലേ ഉള്ളത്? അവരുടെ കൾച്ചർ എങ്ങനെ ഉണ്ടായത്? അവരാണോ ജാതി? അവരാണ് ജാതി. അതാണ് വിവേചനം. താൻ ഇന്ത്യക്കാരനോ അല്ല പൗരനൊന്നും അല്ലല്ലോ, ബംഗാളി വേറെയാണല്ലോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞു. ഇതാണ് ശീലം. താൻ ഈ അനുഭവിക്കുന്ന ജാതി തനിക്ക് അനുകൂലമായി നിൽക്കുമ്പോ ഒരു പ്രശ്നം തന്നെ. അല്ലാതെ താൻ ജാതിവാദിയാണ് എനിക്ക് സംശയമില്ല. ജാതിവാദിയാണ്. അതുകൊണ്ടാണ് തനിക്കിത് കൊള്ളുന്നത്. കാര്യമായിട്ട് വേടം പറഞ്ഞത് കൊണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ചോദ്യം എങ്ങനെ ഉണ്ടായത്? താൻ ജാതിവാദിയായിട്ട്. പക്ഷെ അത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇത് പറയുന്നത് വഴിയാണ്. കാരണം എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്ന ഭാര്യയാണ്. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തരുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ച ആളാണ് ഞാൻ. എന്റെ മക്കളെ ഞാൻ അടിച്ചു വളർത്തും, നിങ്ങളെ ചോദിക്കാനാര്? ഈ ചോദ്യം ചോദിക്കുന്നവരാണ് താനാണ് ജാതിവാദി. താൻ ജാതിവാദിയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അത് നാട്ടിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഇവിടെ ഇരിക്കട്ടെ നിന്നാ മതി എന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് ഒരു പ്രശ്നം എനിക്ക് തോന്നില്ല. വീട്ടിൽ ഒരു കംപ്ലൈന്റ് പറയാതെ പറയും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയ അടി ആദ്യം മേടിക്കും. കേറുമ്പോഴേ എനിക്ക് അടി തരുമല്ലോ. കാരണം ഞാൻ കയറി ചെല്ലുന്ന കാണുമ്പോൾ അറിയാം ഇവനെ അനുസരണ ഇല്ലാത്തവരാണെന്ന്. കാരണം അവരുടെ അനുസരണ എന്ന് പറയുന്നത് ഈ മേൽക്കീഴുള്ള അനുസരണയാണ്. ഈ അനുസരണയല്ല ജനാധിപത്യത്തിന് കേന്ദ്രം. പരസ്പര ബഹുമാനം അതുള്ള ഒരു സമൂഹത്തിന്റെ മണമടിക്കാത്ത നാടാണ്. അത് അങ്ങനെയാണെന്ന് പറയുന്നവരാണ് ജാതി പറയുന്നതെന്നും വിവേചനം പറയുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നവര്. തനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ ഡോക്ടർ മര്യാദ കെട്ടവനാണെന്ന് വേടനെ
ഇയാൾക്ക് അറിയാം, ഇയാൾക്ക് കൊള്ളുന്നതുകൊണ്ട അമ്മയുടെ അമ്മ ക്യാൻസർ ആണെന്ന് അവിടെ വെച്ച് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. വലിയ പ്രശ്നമാണ്. പിന്നെന്താ പറയണ്ടാത്ത? അയാൾക്ക് പ്രശ്നമാണെന്ന് പറയാനില്ലാത്ത ഇത് ഈ തത്തിപ്പൊത്തി ഇതെല്ലാം കൂടെ വെച്ചോണ്ട് പോകണമെന്ന് ആലോചിക്കുന്നവരുടെ ലോകമാണ് അത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കി എങ്ങനെ മാറണം എന്ന് പഠിപ്പിക്കുന്നതാണ് തുല്യതയായിട്ട് ലോകം. അറിഞ്ഞു പെരുമാറുന്നവരാണ് പൗരൻ. അറിഞ്ഞു പെരുമാറുന്ന, അല്ലെ പറഞ്ഞാൽ അനുസരിക്കുന്നത് പ്രജയാ. തനിക്ക് പ്രജാബോധമാണുള്ളത്, അതുകൊണ്ടാണ് തനിക്കിത് മനസ്സിലാകാത്തത്. അറിഞ്ഞു പെരുമാറേണ്ടവരാണ്. എങ്ങനെയാണ് ലോകമെന്ന് എന്താണെന്ന് അറിഞ്ഞിട്ട് അവിടെ വേണ്ടും വണ്ണം പെരുമാറുന്നതിന് ഉത്തരവാദിത്വവും അവകാശവും കടമയുള്ളതാണ് പൗരൻ. പ്രജയെന്ന് പറയുന്നത് പറഞ്ഞാൽ അനുസരിക്കുന്ന, അച്ചടക്കമുള്ള, തെരുവായ്ക്ക് എതിരുവായില്ലാതെ പെരുമാറുന്നവരെയാണ് പ്രജയെന്ന് പറയുന്നത്. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന അനുസരണ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലല്ല. നാട് മനസ്സിലാക്കി എങ്ങനെ പെരുമാറണമെന്ന് സ്വയം തീരുമാനിക്കുന്നവരാണ് പൗരൻ. അല്ലാതെ ഇവിടെ എഴുതി വയ്ക്കും, ഇവിടുത്തെ ഹൗസിംഗ് കോളനി മുഴുവൻ ഇങ്ങനെ എഴുതി വയ്ക്കും, ഇവിടെ എന്താണ് കല്യാണം കഴിക്കാത്തവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, അത് കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സിന് താമസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എഴുതി വയ്ക്കുന്നതാണ് അനുസരണയുടെ ലോകം. അനുസരണയുടെ ലോകമല്ല ജനാധിപത്യം, അവകാശമുള്ളവരുടെ. തനിക്ക് എത്ര വയസ്സുണ്ട്? 35 വയസ്സ്. എനിക്ക് 72 വയസ്സുണ്ട്. 50 വയസ്സുള്ള ആളിനും 18 വയസ്സുള്ള ആളിനും ഒറ്റ വോട്ടേ ഉള്ളൂ. അതാണ് ജനാധിപത്യത്തിനകത്തെ തുല്യത. അല്ലാതെ പ്രായം കൊണ്ട് എനിക്ക് 2.5 വോട്ട് തരണ്ടേ? അങ്ങനെയാണല്ലോ നാട്ടിലെ നടപ്പ്. ഈ 2.5 വോട്ട് ഉണ്ടായിരുന്നാണ് രാജാവിന്റെ വീട്ടിലെ വോട്ട്. ടാക്സ് എത്ര കൂടുതൽ കൊടുക്കുന്ന അതിനനുസരിച്ച് വോട്ട് കിട്ടുമായിരുന്നു. ജനാധിപത്യത്തിനകത്ത് നമ്മൾ തുല്യരാകുക എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടേ ഉള്ളൂ, ബാക്കി പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഭയങ്കരമായിട്ട് എതിരഭിപ്രായമുണ്ട്. കാരണം ഇപ്പൊ എന്റെ പേഴ്സണലായിട്ട് കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്റെ ഒരുപാട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലത്തെയുള്ള പറയുന്നു എന്ന് പറയില്ലേ, അതുപോലെ ഭക്ഷണം കാരണം ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന എതിർക്കുന്ന ആൾക്കാരെയാണ്. ഇയാൾ പറഞ്ഞത് മനസ്സിലായി കഴിഞ്ഞു, ഇനി അത് വിശദീകരിക്കണ്ട. ഇയാൾ അമേരിക്ക, ഞാൻ മനുഷ്യനാണെന്നും ഇന്ത്യൻ പൗരനാണെന്നും, ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് പോലും അല്ല മനുഷ്യനാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ അമേരിക്കയിൽ ചെന്നാല് അവർ കയറ്റുവോ? ഞാൻ കറുത്തവരും വെളുത്തവരും വ്യത്യസ്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നിടത്ത് ഞാൻ ചെന്നാല് വെളുത്തവരുള്ളിടത്തൂടെ കയറ്റുവോ? അപ്പൊ ഇയാള് അങ്ങ് ചെന്നാൽ എല്ലാ വീട്ടിലും ഇയാളെ അങ്ങ് കയറ്റുവോ? ഇയാൾ കയറാൻ ശ്രമിച്ചാൽ അക്രമമായിട്ടല്ലേ കാണുള്ളൂ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇയാൾ വിചാരിക്കുന്ന ഒരു സംഭവം നാട്ടിൽ നടന്നിട്ടില്ല. അല്ലാതെ ഇയാളെ അനുവദിച്ചെടുത്ത് മാത്രമാണ് ഇയാൾ ഈ പോകുന്നതും. ഇയാൾ വേറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ വീട്ടിനകത്ത് സ്ഥലത്തേക്ക് ബംഗാളിയെ ഇരുത്തത്തില്ല. തനിക്ക് ബംഗാളി ഇല്ല, ഉള്ള ആളല്ലേ, ബംഗാളി എന്നല്ലേ വിളിക്കുന്നേ? അത് തന്നെയാണ്. അതിനെയാണ് വിവേചനം. തനിക്ക് ജാതിയും മതവും സകല വിവേചനമുള്ള ആളാണ്. തനിക്ക് ഇപ്പം എന്റെ അയലത്തുകാരനെ ഞാൻ അറിയുന്ന ആളിനോട് ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നത് അവരെ അനുവദിക്കുന്നുണ്ടാവും. അല്ലാതെ താനെ ഇവിടുത്തെ ഏതെങ്കിലും ബ്രാഹ്മണ കുടുംബത്തിൽ കല്യാണം കഴിക്കാനൊന്ന് പോയേ? പിന്നെന്തിനാടോ ഇതൊക്കെ പറയുന്നത്? വെറുതെ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഇവിടെ ഇതൊന്നും ഇല്ലെന്ന് പറയുന്നത് എന്തിനാണ്? ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ജാതി മാട്രിമോണികൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് വേടം പറഞ്ഞിട്ടാണോ? വീണ്ടും ഇയാളെ എനിക്ക് പറഞ്ഞു തരാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വേണ്ടി എങ്ങനെ വെറുതെ അതിനിടയ്ക്ക് ഒരുത്തൻ അവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വെറുതെ അതുവിധം പറയാതെ, അങ്ങനെ ചെയ്യാതെ. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ ചീത്ത പറയുന്നത് വഴക്ക് പറയുന്നിടത്ത് എത്തിക്കാതെ തന്നെ. ഇത് പറയുന്നത് നാട് ഇങ്ങനെയാണെന്ന് താൻ അറിയേണ്ടതുണ്ട്. ജാതി വാല് വെക്കുന്നത് എന്തിനാണ്? അതിനെയാണ് സംവരണം എന്ന് പറയുന്നത്. യഥാർത്ഥ സംവരണം അതാണ്. ജാതി കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർ ജാതി പേര് വയ്ക്കത്തില്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ഇയാൾ വിചാരിക്കുന്നുണ്ടോ? ലളിതമല്ലേ കേട്ടോ. ഇതുകൊണ്ടാണ് ഈ പട്ടാളത്തിലും ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലും ഈ പറയുന്ന ജാതിവാലുള്ളവരെ ഇരിക്കൂ. അതാണ് സംവരണപരമായ പേപ്പർ നോക്കുമ്പോൾ പേര് നോക്കാതാക്കുന്ന ഒരു പണി നമ്മളിപ്പോ ചെയ്യാറില്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ ഈ പേര് എഴുതണമായിരുന്നു. ഇപ്പൊ നമ്മൾ അതിനകത്ത് ഫാൾസ് നമ്പർ എന്ന് വെക്കുന്നത് ഈ വിവേചനം ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്.
പക്ഷെ അതും എല്ലാവർക്കും അറിയാം. എവിടെ എപ്പോ അറിയാം? പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾ മാർക്ക് മേടിച്ചാലും നിങ്ങൾക്ക് വൈവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെത്തുമ്പോൾ തന്റെ എത്ര മാർക്ക് താൻ മേടിച്ചാലും തോക്കുവാണ്. ഇതൊക്കെ ആരോട് പറയുകയാണ്? ഇവിടുത്തെ PSC കമ്മീഷനും ഇവിടുത്തെ എന്താണ് എൻട്രൻസ് എന്ന് പറയുന്ന സാധനം, നേരത്തെ ഞാൻ പറഞ്ഞില്ല, എൻട്രൻസിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ചോദ്യങ്ങൾ വെക്കുന്നത് വഴി ഒരൊറ്റ ആദിവാസി കുഞ്ഞും എൻട്രൻസ് ചെയ്യിക്കത്തില്ല. കാരണം അവരുടെ ബുദ്ധി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂള് വേറെ. ഇത്ര അറിയണം. നമ്മള് ഞാൻ ചോദിച്ചപ്പോ IAS കിട്ടുന്നത് IAS മുഴുവൻ IASയുടെ മക്കള് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ സാർ? അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഇയാൾ വെറുതെ കണക്കെടുത്ത് നോക്കുന്നുണ്ടല്ലോ. ഈ ജാതി സെൻസസ് എടുക്കണമെന്ന് ഇപ്പൊ പറഞ്ഞപ്പം എല്ലാവരുടെ ബഹളം വയ്ക്കുന്ന ആരാണത്? ബഹളം വയ്ക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യം പുറത്താകും. ഇതെല്ലാവർക്കും അറിയാം. ലോകം ഏത് പേപ്പർ മുഴുവൻ നടത്തുന്ന ഇവരാ. അപ്പോഴാണ് ഇയാൾ പറയുന്നത് ലോകത്ത് പേപ്പറുകൾ മുഴുവൻ നടത്തുന്നത്, വാർത്തകൾ മുഴുവൻ ഇവരാ ഉണ്ടാക്കുന്ന. പടച്ചു വിടുന്ന വാർത്തകളല്ലാത്ത ഒരു വാർത്തയും നാം വായിക്കത്തില്ല. അമേരിക്കൻ ഗവൺമെന്റിന് അനുകൂലമായ ചിന്തിക്കാൻ ഉണ്ടാക്കുന്ന ന്യൂസുകൾ മാത്രമേ ലോകവ്യാപകമായി വരത്തുള്ളൂ. ഇന്ത്യൻ ഗവൺമെന്റിനകത്ത് ഈ ജാതീയമായി നിൽക്കുന്ന സമൂഹത്തിന്റെ വാർത്തകളല്ലാത്ത ഒരു വാർത്തയും താനെ ഒരു ന്യൂസിനകത്ത് വായിക്കത്തില്ല. ഇയാൾ ഈ വാർത്ത വായിച്ച് എന്നോട് പറയാതെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ പല ഇയാൾ എന്നെ വിളിച്ചുവിട്ടിരുന്നത് ഈ വിഷയം പറയേണ്ടി വരുന്നത് എന്നെ വിളിക്കത്തില്ല ഇവിടുത്തെ മെയിൻ സ്ട്രീം. അത്ര അറിയണം. അവര് വിളിക്കത്തില്ല. അവർക്ക് കയ്യബദ്ധം വരുമ്പോൾ മാത്രമേ ഞാൻ അവിടെ ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ ഉണ്ടാകത്തില്ല. ദൂരദർശൻ ഒരു കാലത്ത് തന്നെ വിളിക്കത്തില്ല. ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്ന 35 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനം ചെയ്യുന്ന കാലമുണ്ട്. ഒരിക്കലും വിളിച്ചിട്ടില്ല. അവർക്കറിയാം എന്നെ അവരെ അനുസരിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. ഇത് പറയുമെന്നറിയാം. എനിക്ക് അവരെ പേടിയില്ലെന്നറിയാം. നാളെ എന്നെ അടുത്ത ദിവസം കൂടെ വിളിക്കണമെന്ന് വിചാരിക്കുന്നവൻ മാത്രമാണ് അങ്ങനെയാണ് അച്ചടക്കം. തനിക്ക് രണ്ടുപേർക്ക് അച്ചടക്കമുള്ളവരാ. എനിക്ക് അച്ചടക്കം ഇല്ല. എനിക്ക് സ്വയം അറിഞ്ഞു പെരുമാറുന്ന ആളാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ആരെയും വെട്ടിയിട്ടില്ല, ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ സാമൂഹ്യ വിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇവിടുത്തെ സകല സോഷ്യൽ മീഡിയയിലും കാണാൻ പറ്റും. സാറ് പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇവിടുത്തെ സകല ന്യൂസും സകല വിദ്യാഭ്യാസവും ജാതീയമായുള്ളതാണ്. ഇവിടുത്തെ കോടതി മുഴുവൻ ജാതീയമായുള്ളതാണ്. ഇവിടുത്തെ പോലീസ് മുഴുവനും എന്നാൽ അതിനകത്ത് IPS എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, ബാക്കിയൊക്കെ ദരിദ്രവാസികളാണ്, സാധാരണക്കാർ. അവരാണ് അടി മേടിക്കുന്നതും തല്ലുകൊള്ളുന്നവരും. അവരുടെ അച്ഛനെയും അമ്മയെ അടിക്കാനാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. സാധാരണ പട്ടാളക്കാര് എല്ലാം ദരിദ്രവാസികളായിരിക്കും. അവരായിരിക്കും അവിടെ വെടികൊണ്ട് ചാകുന്നത്. ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ മുഴുവനും വളരെ കൃത്യമായിട്ട് എത്തുന്നവരാണ്. ഇത് ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തുടങ്ങിയതാണ് ഇതൊക്കെ. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് നമ്മളിതെല്ലാം പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പേപ്പറിൽ വരുന്ന ന്യൂസ് ഓക്കെ തെറ്റാണെന്ന് ചോദിക്കുന്നത് ഓക്കെ. ഈ പറയുന്ന ആ ഒരു ആദിവാസി പെൺകുട്ടി IAS ഉദാഹരണം എന്താ ന്യൂസ് ആകുന്നത്? ആദിവാസി പെൺകുട്ടി IAS കാരി ആകുമ്പോ ന്യൂസ് ആകുന്നത് എന്തുകൊണ്ടാ? അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പറയാനില്ല. കഴിഞ്ഞത് മറ്റുള്ളവർ IAS കാരി ആകുമ്പോൾ ന്യൂസ് ആകത്തില്ലല്ലോ. അപ്പൊ ഇതാണ് അത്ഭുതകരമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ മിണ്ടുന്ന എന്നെ പോലുള്ളവരെ വായടപ്പിക്കാനാണ് ഒരു മുർമു അവിടെ ഇരിക്കുന്ന പ്രസിഡന്റ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അത് ഈ കുന്തത്തിന്റെ തുമ്പത്ത് വെക്കുന്ന ബെയ്റ്റ് എന്ന് പറയുന്ന സാധനം അത്. അല്ലാതെ മുർമു എന്ന് പറയുന്ന പ്രസിഡന്റ് എന്തെങ്കിലും അറിഞ്ഞിട്ട് ജീവിച്ചതല്ല. അതിനെയൊക്കെ ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് പ്രദർശന വസ്തുക്കളാണ്. അത് കണ്ടിട്ട് ജനാധിപത്യം വന്നു എന്നൊക്കെ എന്നോട് പറയും. ആദിവാസി പോട്ടെ, ഇതുപോലെ തന്നെ ഇയാൾക്ക് അറിയാവുന്നതാണ്. MAക്ക് പഠിച്ച ആൾ ഓട്ടോറിക്ഷ പഠിക്കുന്നു, ന്യൂസാ. എന്താണ് കുഴപ്പം? ഇവിടുന്ന് പോയിട്ട് അമേരിക്ക പോയി പഠിക്കുന്നവനെല്ലാം അവിടുത്തെ ഈ ഹോട്ടലെല്ലാം പണിയെടുത്തിട്ടാണല്ലോ അവര് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പൊ അതെന്താ ന്യൂസാകാത്ത? അവിടെ കോമൺ ആയിരിക്കും. അത്രേ ഉള്ളു. ഇവിടെ അതായിട്ടില്ല. ഇത് തന്നെ ജാതി മതം നിൽക്കുന്ന സമൂഹമാണെന്ന് പറഞ്ഞത്. ഓട്ടോറിക്ഷ ഓടിക്കുന്നതൊക്കെ ദരിദ്രരാണ്. ഒരു വെളുത്ത ഒരാൾ ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുവാണെങ്കിൽ തന്നെ ഷോക്കായി പടം എടുത്തുള്ളൂ.
അല്ല, ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ എല്ലാ ജാതിക്കാരും ഇല്ലേ, എല്ലാ മതക്കാരും ഇല്ലേ? ഇല്ല. അവിടെ എങ്ങനെയാണ് ജാതി വരുന്നത്? ഇല്ലെന്ന് അതൊരു ഹൈറാർക്കി എന്ന് പറഞ്ഞ ജോബിന് ഞാൻ പറഞ്ഞ എല്ലാ മതക്കാരിലും താഴെ അറ്റത്തുള്ളവരാ. ഇയാൾ വിചാരിക്കുന്നത് കഴിയുമ്പോൾ എന്താണ് ക്രിസ്ത്യൻ മതത്തിനകത്ത് ജാതി ഇല്ലെന്ന് പറയുമോ? അവശ്യ ക്രിസ്ത്യാനികളുണ്ട്. ഇയാള് എന്താണ് മുസ്ലിങ്ങളിനകത്ത് ജാതി ഇല്ലെന്നാണ്. ഇവിടുത്തെ സകല ജാതി ഈ സകല മതത്തിലും ഉണ്ട്. അതിനകത്ത് ഏറ്റവും അധസ്ഥിത വിഭാഗമാണ് അവിടെ ഇരിക്കുന്നത്. അല്ലാതെ മതം കൊണ്ട് ഈ മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ വരുന്നത് ആകെ ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന തൊട്ടു മുമ്പ് മതം മാറിയ റോഡെ നടക്കാൻ പറ്റുമെന്ന് അറിയുന്ന കാരണം കൊണ്ടാണ് അധസ്ഥിത വിഭാഗത്തിലുള്ള ഒത്തിരി പേര് മതം മാറിയത്. അങ്ങനെ മാറിയിട്ടുള്ളവരുമാണ്. പക്ഷെ അവരെല്ലാം അവശ്യ ക്രിസ്ത്യാനികളും എന്താണ് വേറൊക്കെ ഉണ്ട് ഇതിനൊക്കെ. ഈ ക്രിസ്തു മതം അങ്ങോട്ട് എടുത്താൽ സിറിയൻ ക്രിസ്ത്യൻസ്, മർത്തോമ, ജാക്കോബൈറ്റ് എന്നൊക്കെ പറഞ്ഞ എല്ലാം ജാതികളാണ് ഇതെല്ലാം. അവർക്ക് മേല് കീഴുള്ള അനുഭവമുണ്ട്. ലത്തിൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് മുക്കുവരാണ് അവരെ അങ്ങനെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറഞ്ഞു തരണ്ട, അങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരണ്ട. എല്ലാ മതക്കാരും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മാറിപ്പോയെന്ന് തോന്നും. ഒന്നും മാറിയിട്ടില്ല. ദരിദ്രരായ ആൾക്കാര് ഏത് മതത്തിലിരുന്നാലും ഏത് വിഭാഗത്തിലിരുന്നാലും അവരെയും കാണാം. പക്ഷെ അതിനകത്ത് വളരെ ക്ലിയർ കട്ടായിട്ട് ജാതി നിലനിന്ന സമൂഹം, സുന്നി ഷിയ എന്ന് പറയുന്നതൊക്കെ പോലെ തന്നെ താഴോട്ട് അറ്റത്ത് വരെ ഉണ്ട്. വിളക്കത്ത് തല നായരെന്ന് വിളിച്ച നായന്മാരില്ലേ, അവരെ കല്യാണം കഴിക്കുവോ മേനോന്മാര്? പിന്നെ എന്തിനാണ് അത് പറയുന്നത്? അപ്പൊ അങ്ങനെ അല്ലത്. അതുകൊണ്ട് ജാതി വർക്ക് ചെയ്യുന്ന രീതി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഈ പറയുന്ന മനുഷ്യന്മാര് ജാതി വാല് വെക്കുന്നുണ്ടോ? ഞാൻ പിന്നെ അവർ പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ല, കേൾക്കുകയില്ല. കാരണം അത്രത്തോളം പോലും സ്വന്തം ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ആൾക്കാര്, പിന്നെ അവരെ പറ്റി അവരുടെ ഒരു വരിയും ഞാൻ എടുക്കത്തില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ബാധ്യതയുള്ളവരാ. നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ജാതിയും നമുക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാനൊക്കത്തില്ല. അപ്പൊ നമ്മുടെ ഉദ്യോഗമാണ് അവിടെ ആൾക്കാർ കാണുന്നത്, ധനമാണ് കാണുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ധനമുള്ള ക്ലബിൽ ഇയാളെ കയറും, ഉദ്യോഗമുള്ള ക്ലബിൽ കയറും. പക്ഷെ അവിടെ വെച്ച് അറിയാതെ ഇയാള് ഇവിടെ താഴ്ന്ന സമൂഹത്തിൽ നിന്നാ ഞാൻ വന്നെന്നങ്ങനെ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയാലുണ്ടല്ലേ, അന്നോട്ട് താൻ താഴെ വീഴും. പട്ടാളത്തിലായാലും പോലീസിലായാലും താനിത് അനുവദിക്കും. ഈ ഇവിടുത്തെ പോലീസ് ഉണ്ടല്ലോ, IAS വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന IAS തെക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന IAS തമ്മിൽ നല്ല അടിയുണ്ട്. മലയാളി IAS തെക്കേ വടക്കേ ഇന്ത്യൻ IAS തമ്മിൽ നല്ല ലോബികളായിട്ട് നിൽക്കും. ഇതെല്ലാം ഈ വിവേചനങ്ങൾ മുഴുവൻ നിൽക്കുന്ന സ്ഥലമാണ്. അധികാരമുള്ളവരുടെ ഇടയിലുള്ള വിവേചനത്തിനെ പറ്റി ഞാനാ പറയുന്നത്. ഇയാള് വിചാരിക്കുന്നുണ്ടോ ദ്വിവേദികളെ കല്യാണം കഴിക്കത്തില്ല. അവർ രണ്ടുപേരും ബ്രാഹ്മണരാണ്. ചതുർവേദിയുണ്ട്, കല്യാണം കഴിക്കത്തില്ല. ഇതൊക്കെ നിൽക്കുന്ന സമൂഹം തന്നെയായത്. ഒരു വ്യത്യാസം വന്നിട്ടില്ല. അത് അഴിച്ചു പണിഞ്ഞിട്ടില്ല. അഴിച്ചു പണിയേണ്ടതുണ്ട്. അത് ഈ സ്ഥാപനങ്ങളൊക്കെ അഴിച്ചു പണിയേണ്ടത്, ഒത്തിരി പണിയെടുക്കേണ്ടതുണ്ട്. രണ്ട് ഇണകൾ അവർക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന, അല്ല അമ്മയും അച്ഛനും കല്യാണം ആലോചിച്ച് നടത്താൻ പറ്റത്തില്ല എന്നുള്ള നിയമം വരേണ്ടതുണ്ട്. അമ്മയും അച്ഛനും ആലോചിച്ചാൽ ആ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തില്ല എന്ന് നിയമം വരേണ്ടതുണ്ട്. തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആര് തെരഞ്ഞെടുക്കണം? വിവാഹത്തിൽ ഇടപെടുന്നവർ തെരഞ്ഞെടുക്കണം. അവർക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കണം. മാറും. ഇയാളിപ്പോ കാണുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. ഇയാളുടെ ജാതിയും മതം തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വലുതായി പോയത് കാരണം കൊണ്ട് മാത്രമുള്ള സമാധാനം. അറിഞ്ഞു പോയാൽ കഴിഞ്ഞു. അത് എനിക്ക് മാരാരൊന്നും ഇല്ലടോ. പിന്നെ വെറുതെ എന്നെ അതൊന്നും മിണ്ടാതെ എനിക്കില്ല. അത് അങ്ങനത്തെ പേര് ഞാൻ പറഞ്ഞില്ലേ, ജാതി കാലിടുന്ന പേരിട്ട് ഒരുത്തനും എനിക്ക് അവരൊന്നും മറുവശത്തില്ല. നീ ഒരിക്കൽ പോലും ഇപ്പൊ വിമർശനങ്ങളെ പേടിച്ചിട്ടില്ല? പേടിയല്ല, എനിക്ക് അവരെ ഒന്ന് ഞാൻ അവരുടെ വിമർശനം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ ജീവിതം മുഴുവനും ഞാൻ തറയിലിരിക്കുന്നതിനാണ്. എനിക്ക് എന്നെ ഇവിടുത്തെ പോലീസിന് പിടിക്കാൻ പറ്റാതിരിക്കുന്നത് എനിക്കൊരു വീടില്ലാത്തതുകൊണ്ട്. ഞാൻ വീടില്ല, എനിക്ക് ധനമില്ല, ഇപ്പൊ ഈ സ്വത്തില്ല. അങ്ങനെ തറയിലിരിക്കുന്ന ആളായത് കൊണ്ടാണ് എനിക്ക് പേടിയില്ല. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ അന്ന് തുറന്നു പറഞ്ഞത് കുറച്ചിരുന്നെങ്കിൽ കുറച്ച് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാവും. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളാണ്. അത് ബോധപൂർവം ജീവിക്കുന്ന. താങ്കൾക്ക് മാത്രം
എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഞാൻ ജനിച്ചു വളർന്ന വീട് സംഭാവന ചെയ്ത കുട്ടിക്കാലത്ത് നമ്മൾ ശീലിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഉറക്കെ പറഞ്ഞു പോവുകയും വേളം വയ്ക്കും കൈയും കാലും ഒക്കെ കാണിക്കുന്നതാണ് ഞാൻ കാണിക്കുന്ന മര്യാദകേടിലെ ഒരു സ്ഥലം. അത് രൂപപ്പെട്ടു പോയതാണ്. അത് ഞാൻ വിചാരിച്ചു എൻ്റെ ശബ്ദം എനിക്ക് എന്ത് ചെയ്യാനൊക്കെ ഞാൻ എത്ര വിചാരിച്ചാലും. പിന്നെ ശരീര ഭാവഭാവാദികൾ അത് കുറച്ച് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഈ അഭിനയിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ മഹാന്മാരെല്ലാം ശാന്തഗംഭീരമായ ഫേസുമായിട്ടിരിക്കുക. ഞാൻ 10 വർഷം സന്യാസിയായിട്ട് ജീവിച്ചത്. എനിക്കത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. അത് ആവശ്യമില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മനസ്സ് ചിന്തിക്കുന്നതനുസരിച്ചിട്ട് പോകുന്ന ഒരാളാണ്. മനസ്സ് ചിന്തിക്കുന്നതല്ല, വിവരം കൊണ്ട് ചിന്തിക്കുന്നു. അല്ല, മനസ്സ് ഇഷ്ടമുള്ള പോലെ പോകുന്നതല്ല. എനിക്ക് ലോകത്തിനെ പറ്റിയുള്ള അറിവുള്ള ആളാണ്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്ന ആളാണ്. അത് ചെയ്യുന്ന ആൾ. അപ്പൊ ഈ കഴിഞ്ഞ എല്ലാവരും വിവരമില്ലാത്ത, ഞാനത് പറയുന്നത് പറഞ്ഞാൽ ആ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ വിവരമില്ലാതെ ജനാധിപത്യത്തിൻ്റെതായ മൂല്യബോധമുള്ളവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളല്ല. ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ എടുക്കുന്നത്. ആ ഭരണഘടനയ്ക്ക് അല്ലാതെ ഞാനൊരു വിശ്വാസിയാണെന്ന് ഒരുത്തും പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ മൂല്യബോധം ഇല്ലാത്ത ആളാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുള്ള പൗരനല്ല. അന്ന് അയാൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അയാളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. കഴിഞ്ഞ് അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. ഞാൻ അയാളെ ഹർട്ട് ചെയ്യുന്ന പ്രശ്നമല്ല, അയാളുടെ സ്വന്തം നിലപാട് കൊണ്ട് ഹർട്ടാകുന്ന ആൾക്കാർ. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തുന്ന ആൾക്കാരാ. അവരെ നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞാൽ അവരുടെ പൊസിഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയത്തില്ലേ. അവര് ഇത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാനൊരു അമേരിക്കക്കാരനാണെന്ന് ഒരാൾ പറഞ്ഞതിന് ശേഷം പിന്നെ അയാൾ മനുഷ്യനാണെന്ന് പറഞ്ഞ് ചർച്ച തുടങ്ങാനൊക്കത്തില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോ അതിൽ ഒരുപാട് കാര്യങ്ങൾ എളുപ്പിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ നിരന്തരം നവീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അതിനാണ് ലോക്സഭയും നിയമസഭയും ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ചെയ്യേണ്ട പണിയാണ്. അതിനകത്തേക്ക് ഈ ജാതിക്കാരെയാണ് നമ്മൾ തെരഞ്ഞുവിടുന്നത് കൊണ്ടാണ് നടക്കാത്തത്. അപ്പൊ ഈ വിഷയങ്ങൾ നടന്ന് പറയുകയും സംസാരിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം തുടങ്ങിയത് 1855 55 54. അതിനെ നമ്മൾ ശിപായി മ്യൂട്ടണി എന്ന് ബ്രിട്ടീഷുകാർ പറയുന്നത്. അതിനുശേഷം 100 വർഷത്തോളം എടുത്ത് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ഒരു 100 വർഷം എന്ന് പറഞ്ഞാൽ 5 തലമുറ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ 1955 ജനിച്ച ആളാണെന്ന് മനസ്സിലാക്കണം. സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് വേറെ കണ്ട് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് പോയില്ല. അത് ലോങ് ടൈം ആയിട്ട് നടത്തുന്ന വർക്കാണെന്ന്. 200 വർഷത്തിന് മുമ്പാണ് തുല്യത എന്ന് പറയുന്ന ആശയം ലോകത്ത് വരുന്നത്. അത് സ്വാതന്ത്ര്യ എന്ന് ഞാനിത് മനസ്സിലാകാതെ വീണ്ടും ഇയാൾ ചോദിച്ച അർത്ഥമില്ലാതെ പോകും. ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് നമ്മൾ എന്ന് പറയുന്ന ആശയം ലോകത്ത് വരുന്നത്. അത് ഇങ്ങനെ പരക്കുന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ എല്ലാം ഉണ്ടായി എന്നുള്ളതല്ല. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നെപ്പോളിയനാണ് അവിടെ ഉണ്ടായെന്ന് അറിയണം. അല്ലാതെ അവിടെ ഉടനെ എല്ലാവരും ഇതെല്ലാം പഠിച്ച് നന്നായി ജീവിച്ചു തുടങ്ങിയെന്ന് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ലോകത്ത് എവിടെയും ഇല്ല. നമ്മൾ ഈ പറയുന്ന ലോകത്ത് എവിടെയും ഇല്ല. ഡിഗ്രിക്ക് വ്യത്യാസങ്ങളാണ്. സൗദി അറേബ്യയിലെ രാജാവാണ് ഭരിക്കുന്നത്. അവിടെ ആൾക്കാർക്ക് ഇത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അവർക്ക് നല്ല ഭാര്യമാരാകാനേ പറ്റൂ. എല്ലാം കിട്ടും, എല്ലാം കിട്ടുന്നതാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ചർച്ചയൊന്നുമില്ല. അതൊന്നുമല്ല. തുല്യമായി ഇരിക്കാൻ പറ്റുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, അതാണ് ജനാധിപത്യത്തിന്റെ കാതിൽ. പരസ്പരം എന്ന് പറയുന്ന വാക്ക് എല്ലാ വാല്യൂസിനും മുന്നേ വെക്കാൻ പറ്റും. അല്ലാതെ നന്ദി വേണം എന്നൊക്കെ അല്ല. ഉണ്ട ചോറിന് നന്ദി വേണം എന്ന് പറഞ്ഞാൽ ചോറ് നമ്മുടേതല്ല, വല്ലവനും തന്നതാണെന്ന് അനുഭവിക്കണം. ഇങ്ങനത്തെ മേല് കീഴുള്ള മൂല്യബോധമല്ല ഉള്ളത്. തുല്യമാണ്. അത് നീണ്ട പ്രവർത്തനമാണെന്ന് അറിയുന്ന ജീവിതമാണ് എൻ്റെ. ഇതുപോലെ സമത്വം പരക്കുന്നുണ്ടെന്ന് തോന്നി തുടങ്ങുന്നുള്ളതല്ല. ഞാനും കൂടി ഇവിടെ ഇരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ താൻ ജാതിവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. ഒരു ജാതിവാദിയെ തുല്യത പഠിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇത്രയും നേരം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്തത്. പഠിക്കത്തൊന്നുമില്ല, പക്ഷെ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവും. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങളെന്ന് മനസ്സിലാവും. അത്രേ നടന്നിട്ടുള്ളൂ. ഇതുകൊണ്ട് ഇത് നമ്മൾ ഈ പറയുന്ന സാധനം 1000 പേര് കേൾക്കുമ്പോൾ ജാതി കൊണ്ട്, മതം കൊണ്ട്, ധനം കൊണ്ട്, പദവി കൊണ്ട്, ശക്തി കൊണ്ട് ആനുകൂല്യങ്ങളുള്ളവർക്ക് ഞാൻ പറയുന്നതെല്ലാം വേദനാജനകമായിരിക്കും. മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തിൻ്റെതായ
വഴികളാണിതല്ല. ഒരു ശാരീരികമായ ബലം കൂടുക, സംഘടിതമായ അതേ ബലത്തിനെ ഉണ്ടാക്കുന്നതാണ് സംഘടിത ബലം. അത് കഴിഞ്ഞാൽ ആ സംഘടിത ബലം കൊണ്ട് റിസോഴ്സസ്, വിഭവങ്ങളുടെ മേളിൽ കൈകാര്യം ചെയ്യുക. ഈ സ്വത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വകയാണെന്ന് പറയുന്ന വക, രാജ്യം എൻ്റെതാണെന്ന് പറയുന്ന വക. അത് കഴിഞ്ഞിട്ടുള്ളത് പദവി. അത് രാജാക്കന്മാർ കണ്ടുപിടിച്ചു കൊടുത്തതാണ്. ഒരു കാര്യമില്ലാത്ത ഇവിടെ 1 വര 2 വര 3 വര ഇട്ട എന്തുവാന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. ഇവിടെ 2 പതക്കം വെച്ചാൽ അവനെ അവിടെ ഇരുത്താൻ പറ്റും. ഇങ്ങനെ ചെയ്തിരിക്കുന്ന മേലുകീഴുള്ള മൂല്യബോധത്തിനുള്ള പദ്ധതികൾ തുടങ്ങി. ഇവിടെ ഇപ്പോഴും കൊടുക്കും, പരമവീര ചക്രം കൊടുക്കും, പത്മശ്രീ കൊടുക്കും. ഇതൊക്കെ രാജാക്കന്മാർ കൊടുത്തോണ്ടിരുന്ന സാധനമാണ്. എന്തിനാണ് ഇവനൊക്കെ ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്? ഇതെല്ലാം അസംബന്ധം പിടിച്ച ഹെയറാർക്കി നിലനിർത്താൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. ആ സാധനങ്ങൾ പദവി. ഇത് കഴിഞ്ഞാൽ അറിവിന്റെ ആധിപത്യമുണ്ട്. അറിവിന്റെ ആധിപത്യം എന്ന് പറയുന്നത് എനിക്ക് കയ്യിൽ സാധനമൊന്നും വേണ്ട. അതൊക്കെ അറിവ് എനിക്ക് ഉള്ളത് കാരണം കൊണ്ടാണ് എനിക്ക് മറ്റൊന്നും ഇല്ലാതെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അറിവിന്റെ ആധിപത്യം ഞാൻ ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മറ്റ് സ്ഥാനം, മാനം ഇതെല്ലാം ഞാൻ ഉണ്ടാകും. നിങ്ങളതിനെ ഒരിക്കലും ഇവിടുത്തെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, സെക്രട്ടറി ആയിട്ട് നിങ്ങൾ ഒരിക്കലും എന്നെ കാണും. ഇതൊന്നും ഉണ്ടാകില്ല. പ്രശസ്തി ഏറ്റവും അവസാനത്തെ സാധനമാണ്, അറിയപ്പെടുക എന്ന് പറയുന്നത്. അത് ചെയ്ത് ഇതിപ്പോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് കാണുന്നതുകൊണ്ടാണ് ഈ അറിയപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത സാധനമാണ്, ഞാൻ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് കിട്ടുന്ന ആധിപത്യം വരെ അത് ആധിപത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന നിലവാരത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ആധിപത്യവും ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് പോലും ചെയ്യാതെ, ആരാണെന്ന് ചോദിക്കാതെ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ വേണ്ടുന്നത്. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. അല്ലാതെ മാതൃഭൂമി എന്നാണോ വിളിക്കുന്നത് അവിടെ ഞാൻ എഴുതത്തുള്ളൂ, പറയത്തുള്ളൂ. മനോരമ എന്നാണോ വിളിക്കുന്നത് അവിടെ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന എന്താണ് ഇവിടുത്തെ ബ്രാഹ്മണ അറിവുകാരുണ്ട്. അവരുടെ കൂട്ടത്തിലൊന്നും ഞാൻ പെടുത്തില്ല. എല്ലാവർക്കും അവകാശപ്പെട്ട ആളാണ്. പബ്ലിക് ടോയ്ലറ്റ് പോലെ അവകാശപ്പെട്ടതാണ്. അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എല്ലാവരും പഠിച്ചാൽ മതി. ഇതാണല്ലോ ആക്ഷേപകരമായി പറയുന്നത്, ഞാൻ പബ്ലിക് ടോയ്ലറ്റാ. പഴുക്ക് തീർന്നല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പാണ്, അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള കുളമാണ്. അവിടെ കുളിക്കണോ, നനയ്ക്കണോ, നീന്തണോ, കുടിക്കണോ എന്നുള്ളത് ഈ വരുന്നവന്റെ സംസ്കാരം അനുസരിച്ചിരിക്കും. അപ്പൊ അത് മതത്തിനും മനുഷ്യരുണ്ടാക്കിയതാണ് മതം. മനുഷ്യരുണ്ടാക്കിയ സമൂഹത്തിനകത്താണ്, മനുഷ്യരുണ്ടാക്കിയതാണ് രാജ്യം, മനുഷ്യരുണ്ടാക്കിയതാണ് മതം, മനുഷ്യരുണ്ടാക്കിയതാണ് നിലനിൽക്കുന്ന ജാതി. ഗോത്രബോധം മനുഷ്യരുണ്ടാക്കിയതല്ല. അത് തിരിച്ചറിയേണ്ടതാണ്. അത് വേറൊരു വിഷയമാണ്, സൂക്ഷ്മമായിട്ട് പറയേണ്ടതാണ്. അത് ഇനി ഒരിക്കലും നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയാം. കൺക്ലൂഡ് ചെയ്യാം. ഇത്ര നേരം ഒരു ജാതിവാദിയോട് സംസാരിച്ചു. ജാതിവാദിയല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരും മനുഷ്യരാണ്, നല്ല മനുഷ്യർ തന്നെയാണ്. പല അഭിപ്രായങ്ങളുണ്ടെന്ന് വളരെയധികം സന്തോഷം. വിലയേറിയ സമയം ഇനിയും തുടരും നമ്മൾ. സന്തോഷമുണ്ട്. എന്തായാലും സന്തോഷം. എനിക്ക് സന്തോഷം. താങ്ക് യു.